പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവായ മിശിഹായെ, അവതാരം ചെയ്ത വചനം തന്നെയായ അങ്ങയെക്കുറിച്ച് ആഴത്തിൽ ഗ്രഹിക്കാൻ അവിടുന്ന് ഒരുക്കുന്ന അവസരത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, വചനം അവിടുന്ന് തന്നെയാണെന്നും പിതാവിൻ്റെ വെളിപാട് അങ്ങ് തന്നെയാണെന്നും ഞങ്ങൾക്കറിയാം. നല്ല ദൈവമേ, ലോകത്തിന് അവിടുന്ന് നൽകിയ ഏറ്റവും വലിയ സമ്മാനം അങ്ങയുടെ ദൈവിക രഹസ്യങ്ങളുടെ വെളിപാടാണ്. അത് ദൈവപുത്രനായ മിശിഹ തന്നെയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. നല്ല ദൈവമേ, പരിശുദ്ധ സഭ സ്നേഹത്തോടെ സ്വീകരിച്ചതും തലമുറകളിലേക്ക് കൈമാറുന്നതുമാകുന്ന ദൈവവചനത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കാനും അറിയാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഞങ്ങളിന്ന് ഞങ്ങളോടൊപ്പമുള്ള ബന്ധുപിതാക്കന്മാരെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മെത്രാൻ സംഘത്തിനാണല്ലോ, അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാൻ സംഘത്തിനാണല്ലോ അവിടുന്ന് വചനമാകുന്ന മഹാനിധി കൈമാറിയത്. അവരാണല്ലോ അതിൻ്റെ സൂക്ഷിപ്പുകാരും കൈമാറ്റക്കാരും, അവരാണല്ലോ അതിൻ്റെ പ്രബോധകർ. കർത്താവായ ഈശോയെ, എല്ലാ ബന്ധുപിതാക്കന്മാരെയും പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയെയും ഒപ്പം ഞങ്ങളോടൊപ്പമുള്ള രണ്ട് ബന്ധുപിതാക്കന്മാരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, വചനം ഹൃദയത്തിൽ ഗ്രഹിച്ച പരിശുദ്ധ മറിയമേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും ആമേൻ. കർത്താവായ ഈശോയെ, പ്രവാചക ശബ്ദം ടീമിനെയും ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിൽ ഓർക്കുന്നു. ദീർഘനാളത്തെ പ്രാർത്ഥനയും ഒരുക്കവും ദൈവവചനം ശ്രവിക്കാനും അത് പകർന്നു കൊടുക്കാനും ഒക്കെയുള്ള സന്നദ്ധതയും തിരുസഭയോട് ആഴത്തിൽ ചേർന്ന് നിൽക്കാനും തിരുസഭയുടെ ഹൃദയത്തിൽ നിന്ന് വചനം സ്വീകരിക്കാനൊക്കെയുള്ള വലിയ ദാഹവും ഒക്കെ സമൃദ്ധമായി അങ്ങ് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. വചനം സ്വീകരിച്ചിരിക്കുന്ന, വചനം രേഖപ്പെടുത്തപ്പെട്ട പരിശുദ്ധ സഭയിൽ വചനം അറിയാനും തിരുസഭയോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കാനും തിരുസഭയെ പ്രഘോഷിക്കാനും തിരുസഭയിൽ വചനം പ്രഘോഷിക്കാനും വചന പ്രഘോഷണങ്ങൾക്ക് അത്തരം ശുശ്രൂഷകൾക്കൊക്കെ സഹായവും നേതൃത്വവും ഒക്കെ കൊടുക്കാനുമൊക്കെ അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന വലിയ കൃപകളെ ഓർത്തങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവെ, വചനം പ്രഘോഷിക്കുന്ന വചനത്തിൻ്റെ ശുശ്രൂഷകരായി സ്വയം സമർപ്പിച്ചിരിക്കുന്ന ഓരോരുത്തരെയും ഈ പ്രവാശബ്ദം ടീമിനെയും ഒക്കെ പരിശുദ്ധ മാതാവെ അമ്മയുടെ വിമല ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ച അതേ ഹൃദയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവായ ഈശോയെ, ഏതാണ്ട് 2.5 വർഷം മുൻപ് ഞങ്ങൾ ആരംഭിച്ച വത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകളെക്കുറിച്ചുള്ള ഈ പഠനത്തിൻ്റെ രണ്ടാമത്തെ ഡോക്യുമെന്റിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണല്ലോ. ദൈവവചനത്തെക്കുറിച്ചുള്ള പ്രബോധനം അത് ആരംഭിക്കുന്നതിന് മുൻപ് തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധനം ഞങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. പരിശുദ്ധ സഭ തന്നെ എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നും തിരുസഭ യഥാർത്ഥത്തിൽ എന്താണെന്നും തിരുസഭയുടെ ആന്തരിക ദൈവിക രഹസ്യങ്ങളുടെ ആഴങ്ങൾ എന്താണെന്നും ഒക്കെ അറിയാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തന്നു. കർത്താവെ, കഴിഞ്ഞ 2.5 വർഷത്തോളം ഒരുമിച്ചിരുന്ന് പഠിക്കാൻ കഴിയുന്ന വലിയൊരു സമൂഹത്തെ അവിടുന്ന് ഒരുമിച്ച് ചേർത്തു. ധാരാളം ആളുകളെ അവിടുന്ന് ഒരുമിച്ച് കൊണ്ടുവന്നു. ഒരുമിച്ചിരുന്ന് പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന തീക്ഷ്ണതയുള്ള കൂട്ടായ്മ അവിടുന്ന് രൂപപ്പെടുത്തി. ആയിരക്കണക്കിന് ആളുകളെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടി. എല്ലാം അങ്ങയുടെ കൃപയാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ വലിയ നന്മകൾക്ക്, അങ്ങയുടെ തിരുഹൃദയത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവെ, ഇന്ന് രണ്ടാമത്തെ ഡോക്യുമെന്റിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവവചനത്തെക്കുറിച്ചാണല്ലോ ഞങ്ങൾ ധ്യാനിക്കാൻ പോകുന്നത്. എളിമയോടുകൂടെ ദൈവവചനത്തെ ധ്യാനിക്കാനും ദൈവവചനത്തിൻ്റെ വിശ്വസ്തതയുള്ള ശുശ്രൂഷകരാകാനും കലർപ്പില്ലാതെ തെറ്റുകൂടാതെ ദൈവവചനത്തെ മനസ്സിലാക്കാനും തിരുസഭ എങ്ങനെയാണ് വചനം ഗ്രഹിക്കുന്നത് എന്ന് അറിയാനും വചനം വ്യാഖ്യാനിക്കപ്പെടേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാനും ദൈവവചനം യഥാർത്ഥത്തിൽ എവിടെയാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കാനും ദൈവവചനത്തെ പകർന്നു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയാനുമൊക്കെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പഠനത്തിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഈ കൂട്ടായ്മയെ മുഴുവനും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവെ, അവിടുന്നാണല്ലോ ദൈവിക രഹസ്യങ്ങളുടെ പകർന്നു കൊടുക്കലിൻ്റെ
ഉത്തരവാദിത്വം വഹിക്കുന്നത്. അങ്ങയുടെ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ റൂഹായുടെ ശക്തമായ അഭിഷേകം ഞങ്ങൾക്കുണ്ടാകട്ടെ. പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഞങ്ങളിൽ പരിശുദ്ധ റൂഹായുടെ ശക്തമായ അഭിഷേകം നിറഞ്ഞു നിൽക്കട്ടെ. തെറ്റുകൂടാതെ സംസാരിക്കാനും ദൈവം ആഗ്രഹിക്കുന്നത് മാത്രം സംസാരിക്കാനും അത് മാത്രം കേൾക്കാനും പരിശുദ്ധ സഭയെ പടുത്തുയർത്താനും എല്ലാ തരത്തിലുള്ള വിശ്വാസ ത്യാഗങ്ങളിൽ നിന്നും വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനും കൂട്ടായ്മയിൽ തിരുസഭയെ വളർത്താനും ഒക്കെ കഴിയുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവെ അവിടുന്ന് പ്രവർത്തിക്കണമേ. കേൾക്കുന്ന പറയുന്ന ഞങ്ങൾക്ക് തിരുവചനത്തെ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള എളിമയുള്ള ഹൃദയം തരണമേ. ഞങ്ങളുടെ മുൻവിധികളും ഞങ്ങളുടെ മുൻധാരണകളും ഞങ്ങളുടെ നിർബന്ധ ബുദ്ധികളുമല്ല, അങ്ങ് എന്താണോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, തിരുസഭയിലൂടെ എന്താണോ അങ്ങ് പകർന്നു തരുന്നത്, അതുമാത്രം സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വലിയ വിശ്വാസവും വിശുദ്ധിയും ഞങ്ങൾക്ക് തരണമേ. പലതരത്തിലുള്ള ആളുകൾ ഞങ്ങളോട് ചേർന്ന് പഠിക്കുന്നുണ്ട്. പല ക്രൈസ്തവ ഡിനോമിനേഷനുകളിലുള്ളവരുണ്ട്. വചനത്തെ വിവിധ വിധത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥമായ വ്യാഖ്യാനത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. കൂട്ടായ്മയിൽ ദൈവവചനത്തെ ധ്യാനിക്കാനുള്ള കൃപ തരണമേ. ദൈവവചനത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുകയും അത് സംവഹിക്കുകയും ചെയ്ത പരിശുദ്ധ മറിയമേ, ഒരുമിച്ച് പരിശുദ്ധ സഭയുടെ ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടുന്ന തിരുവചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംവഹിക്കാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവെ, ദൈവവചനത്തെക്കുറിച്ചും ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുമുള്ള എല്ലാ പഠനവും ഞങ്ങൾക്ക് അവിടെ നൽകിയിരിക്കുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ആദിമ സഭ മുതൽ ഏറ്റുപറഞ്ഞിട്ടുള്ള ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പരിശുദ്ധ സഭയുടെ ദൃഢമായ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്നു. വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ വിശ്വസിക്കുന്നു. ഈ പുത്രനും പരിശുദ്ധാത്മാവിനായി കന്യകാമറിയത്തിൽ പിറന്ന് മധ്യസ്ഥ പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി ശക്തിയുള്ള പിതാവായ ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർത്തിയ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അഭിവന്ദ്യ ജോസഫ് സ്രാമ്പിക്കൽ പിതാവേ, അഭിവന്ദ്യ പീറ്റർ കൊച്ചൂരിക്കൽ പിതാവേ, ബഹുമാനപ്പെട്ട അരുണച്ച, മറ്റ് ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ ഈ സൂമില് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ബഹുമാനത്തോടെ ഇന്നത്തെ ഈ സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എനിക്കറിയാം നിങ്ങൾ അഭിവന്ദ്യ പിതാക്കന്മാരെ ശ്രവിക്കാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. എങ്കിലും ഞാൻ ഒരു ആമുഖമായിട്ട് ഒരു 2 കാര്യം മാത്രം ഒന്ന് പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്ന് ക്ലാസ്സിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് അവരുടെ അറിവിലേക്കായിട്ട് മാത്രം എന്താണ് പ്രവാചക ശബ്ദം, എന്താണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ, നമ്മൾ ഇതുവരെ നടന്ന ക്ലാസ്സുകൾ എന്നതിനെ കുറിച്ച് വളരെ ചുരുക്കത്തിൽ ഞാൻ പെട്ടെന്ന് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചക ശബ്ദം എന്ന് പറയുന്നത് ഒരു കത്തോലിക്ക മാധ്യമമാണ്. ഒരു ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് UK നിന്നും ഏതാനും കത്തോലിക്ക വിശ്വാസികൾ ചേർന്ന് ആരംഭിച്ച ഒരു മാധ്യമമാണ്. അതിനുശേഷം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത ഇവിടെ സ്ഥാപിതമായത് മുതൽ അഭിവന്ദ്യ ജോസഫ് സ്രാമ്പിക്കൽ പിതാവിന്റെ പൂർണ്ണമായ അനുഗ്രഹവും സപ്പോർട്ടും പ്രാർത്ഥനകളും പ്രവാചക ശബ്ദത്തോടുണ്ട്. പിതാവിന്റെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ് ഈ കാലഘട്ടത്തിൽ പ്രവാചക ശബ്ദത്തെ വളർത്തുന്നതിന് വളരെയധികമായിട്ട് സഹായിച്ചത് എന്നുള്ള കാര്യം ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പ്രവാചക ശബ്ദത്തിന്റെ ടീം അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഓൺലൈനിലൂടെ വർക്ക് ചെയ്തുകൊണ്ട് ക്രൈസ്തവ വാർത്തകളും അതുപോലെ തന്നെ സഭയുടെ പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് പ്രവാചക ശബ്ദം ഏറ്റെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ദൈവവചനം കലർപ്പില്ലാതെ പ്രഘോഷിക്കുന്ന വചനപ്രഘോഷകരെ കൊണ്ട് ഓൺലൈനായിട്ട് വചനങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും ചികിത്സാ സഹായം ആവശ്യമുള്ള നിർധനരെയൊക്കെ സഹായിക്കുന്ന ഒരു ചാരിറ്റിയും ഇതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർത്തുകൊണ്ട് നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമുക്കറിയാം ഈ 2025 ജൂബിലി വർഷത്തോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യമാണ് രണ്ടാം വത്തിക്കാൻ ഡോക്യുമെന്റുകൾ പഠിക്കണം എന്നുള്ളത്.
പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ വലിയൊരു കൃപയാണ് 2.5 വർഷം മുമ്പ് തന്നെ നമുക്ക് ഈ ഡോക്യുമെന്റുകൾ പഠിക്കാൻ ആരംഭിച്ചു എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ആദ്യത്തെ ഡോക്യുമെന്റ് ആയ ലൂമൻ ജെൻസിയമാണ് നമ്മൾ കഴിഞ്ഞ 60 ക്ലാസ്സുകളിലായിട്ട് പഠിച്ചത്. ഈ 2.5 വർഷക്കാലം കൊണ്ട് നമ്മൾ പ്രവാചക ശബ്ദം ടീമംഗങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുത്ത നിങ്ങൾക്ക് പലർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ്, വളരെയധികം ആളുകൾ സഭയുടെ പ്രബോധനങ്ങളെ സ്നേഹിക്കുവാൻ തുടങ്ങി. നമുക്കറിയാം, ഒരു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് സഭയുടെ പ്രബോധനങ്ങൾ, പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഡോക്യുമെന്റുകളൊക്കെ സാധാരണ വിശ്വാസികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കരുതിയിരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ അരുൺ കലമറ്റത്തിലച്ചന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠന പരമ്പരയുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. നമുക്കറിയാം, ധാരാളം ആളുകൾക്ക് സഭയെ സ്നേഹിക്കുവാൻ ഉള്ള ഒരു വലിയ കൃപ പരിശുദ്ധാത്മാവ് ഈ ക്ലാസ്സുകളിലൂടെ ഒരുക്കി. ധാരാളം ആളുകള്, നമുക്കറിയാം, ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നേരിട്ട് അറിവുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ചോദ്യോത്തര വേളയിലൊക്കെ ആളുകൾ വന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് എതിരായിട്ട് പറഞ്ഞിട്ടുള്ള അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം അതിൽ നിന്ന് വളരെ മാറി സഭയെ സ്നേഹിക്കുവാനും സഭയുടെ പ്രബോധനങ്ങളെ സ്നേഹിക്കുവാനും ഒക്കെയുള്ള വലിയൊരു കൃപ പരിശുദ്ധാത്മാവ് ഈ ക്ലാസ്സുകളിലൂടെ നൽകി എന്നുള്ളതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്കറിയാം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്ലാസ്സുകൾ അനേകർക്ക് അനുഭവവേദ്യമായതിന്റെ പിന്നില് ഒരു പ്രധാന കാരണം നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട അരുണച്ചൻ തന്നെയാണ്. അരുണച്ചന്റെ ക്ലാസ്സുകൾ നമുക്ക് പലപ്പോഴും മനസ്സിലാകാം. അരുണച്ചന് എത്ര കഠിനമായ വിഷയവും ഏത് കൊച്ചുകുട്ടികൾക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, സഭയുടെ പ്രബോധനങ്ങളെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി അരുണച്ചൻ നമുക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളത്. സഭയുടെ പ്രബോധനങ്ങൾ എവിടെയോ മാറി നിൽക്കേണ്ട വെറും ഒരു പ്രബോധനങ്ങളോ അല്ലെങ്കിൽ ഒരു നിയമാവലിയോ ഒന്നും അല്ല, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓരോ കാലഘട്ടത്തിലും നമ്മൾ എങ്ങനെ ജീവിക്കണം, ക്രിസ്തുവിന്റെ വചനത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വ്യാഖ്യാനിച്ച് തരികയാണ് യഥാർത്ഥത്തിൽ സഭയുടെ പ്രബോധനങ്ങൾ. പ്രത്യേകിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രബോധനങ്ങൾ അരുണച്ചൻ നമുക്ക് വ്യാഖ്യാനിച്ച് തരുമ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാൻ അത് സഹായകമാകുന്നു എന്നുള്ള രീതിയിലാണ് അച്ഛൻ പറഞ്ഞു തരുന്നത്. അത് വളരെ നമുക്ക് എല്ലാവർക്കും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ഈ ക്ലാസിന്റെ അവസാനം നടക്കുന്ന ചോദ്യോത്തര വേള. നമുക്കറിയാം, നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ മീഡിയയിലൂടെയൊക്കെ ധാരാളം ചോദ്യോത്തര വേളകൾ കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്തതാണ്. പക്ഷെ ലൈവായിട്ട് സൂമിലൂടെ വന്ന് നമുക്കറിയാം, ഈ 2.5 വർഷക്കാലം എടുത്താൽ നമുക്ക് അനുഭവമുള്ളതാണ്. ഏത് കാര്യങ്ങളും വിശ്വാസവും സന്മാർഗവുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും അരുണച്ചനോട് ചോദിക്കുവാൻ നമുക്ക് സാധിക്കും. അരുണച്ചൻ വളരെ വ്യക്തമായിട്ട് നമുക്ക് മറുപടി തരുന്നതാണ്. അതുകൊണ്ട് ഈ ക്ലാസ്സുകളെ കുറിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി അഭിവന്ദ് ജോസഫ് സ്രാമ്പിക്കൽ പിതാവിനെ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, പിതാവ് ഇന്ന് ബൈബിൾ കലോത്സവം നടക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് വേണ്ടി അല്പസമയം മാറ്റിവെച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠന പരമ്പര ആരംഭിക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടകനായിട്ട് പിതാവ് വന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പിതാവിന്റെ അനുഗ്രഹത്തോടു കൂടി ഈ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഈ 2.5 വർഷക്കാലം കൊണ്ട് അനേകരിലേക്ക് ഈ ക്ലാസ്സുകൾ എത്തുന്നതിന് അത് വലിയൊരു കാരണമായിരുന്നു, പിതാവിന്റെ ബ്ലെസ്സിങ്. അതുപോലെ തന്നെ 50ാമത്തെ ക്ലാസ്സിലും പിതാവ് വന്ന് നമ്മളെ അനുഗ്രഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വളരെ തിരക്കുകൾക്കിടയിൽ ഓടി നടക്കുന്ന പിതാവാണ് അഭിവന്ദ് സ്രാമ്പിക്കൽ പിതാവ്. നമുക്കറിയാം, ഒരു രാജ്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന രൂപതയാണ്. പിതാവിന്റെ കഠിനാധ്വാനവും പരിശ്രമവും പ്രാർത്ഥനയും ത്യാഗങ്ങളും കൊണ്ട് 7 വർഷം കൊണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അത്ഭുതാവഹമായിട്ട് വളരുകയാണ്. വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടന പ്രഭാഷണത്തിനും ഈ ദൈവവർമ്മം ഡോക്യുമെന്റിന്റെ പഠന പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നതിനുമായിട്ട് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യ ജോസഫ് സ്രാമ്പിക്കൽ പിതാവിനെ ഏറ്റവും ബഹുമാനത്തോടു കൂടി നിങ്ങളുടെ മുൻപിൽ ക്ഷണിക്കുന്നു. പാലക്കാട് രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യ വിശുദ്ധ പിതാവെ, ഈ കാലഘട്ടത്തിന്റെ റാറ്റ്സിംഗർ പിതാവായ ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിൽ, ഈ കാലഘട്ടത്തിലെ പ്രവാചക ശബ്ദമായ ഡിക്കൻ അനിൽ, വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ കൂട്ടായ്മയിൽ ആയിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു സൂം മീറ്റിംഗിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കുചേരുന്നത്. ഏകദേശം 600ഓളം ഡിവൈസസ് നിന്നുള്ള ആളുകൾ ഈ ഒരു ക്ലാസ്സിൽ പങ്കുചേരുകയാണ്. അതിൽ എത്രയോ ആയിരങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്ന ഒരു സംഭവമാണ്. അതിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ഞാൻ ആദ്യമായിട്ട്
ഡീക്കൻ അനിലിനോടുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ ബലമാണ്. വലിയ പ്രവാചകന്മാരെ, വലിയ ദൈവശാസ്ത്രജ്ഞന്മാരെ എല്ലാം രൂപപ്പെടുത്തുന്ന ഒരു രൂപതയാണ് പാലക്കാട് രൂപത. പാലക്കാട് രൂപത വലിയ ഒരു ദൗത്യമാണ് ഈ കാലഘട്ടത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. രൂപതാധ്യക്ഷനോടുള്ള വലിയ ആദരവ് ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പ്രവാചക ശബ്ദം ഡെക്കാനിൽ സൂചിപ്പിച്ചതുപോലെ 2025 ജൂബിലി വർഷമാണ്. നിക്കിയ സുനകദോസിന്റെ 1700ാമത് വാർഷികം. അതുപോലെ തന്നെ നമുക്ക് ഒരു കർത്താവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജൂബിലിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതിന് ഒരുക്കമായിട്ട് 2023 4 പ്രമാണരേഖകൾ പഠിക്കാനായിട്ട് ഫ്രാൻസിസ് പാപ്പ നമ്മോട് ആവശ്യപ്പെട്ടിരുന്നു. സാക്രോസാന്തം കുൻഷീലിയും, ഹ്യൂമൻ ജെൻസിയും, ദൈവവർബും, ഗൗദി വെസ്പേസ്. ഇത് 2023 മാത്രമാണ് കത്തോലിക്ക സഭയോട് മുഴുവനായിട്ട് പാപ്പ ആവശ്യപ്പെട്ടത്. ഇവിടെയാണ് പ്രവാചക ശബ്ദം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആഗോള സഭ മുഴുവൻ ചെയ്യാനായിട്ട് ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെട്ട കാര്യം മുൻകൂറായിട്ട് ചെയ്യാനായിട്ട് പ്രവാചക ശബ്ദത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ വലിയൊരു കരുണയാണ്, ദൈവത്തിന്റെ വലിയ തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം, തിരുസഭയിൽ എല്ലാവരും ഉണ്ട്. എന്നാൽ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഇതെല്ലാം മുൻകൂട്ടി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു ആന്റിസിപ്പേഷൻ, സഭ മുഴുവൻ അനുഭവിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മുൻകൂറായിട്ട് ഒരു മീഡിയയെ, ഒരു പ്രവാചക ശബ്ദത്തെ കർത്താവ് തിരഞ്ഞെടുക്കുകയാണ്. ഡീക്കൻ അനിലിനോട് എനിക്ക് വലിയ ആദരവുണ്ട് ഈ കാര്യത്തിൽ. കർത്താവിന്റെ ഒരു തിരഞ്ഞെടുപ്പ്, കർത്താവ് തിരഞ്ഞെടുക്കുന്നത് നമുക്ക് എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവില്ല. എന്നാലും കർത്താവ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പ്രവാചക ശബ്ദത്തെ തിരഞ്ഞെടുത്തു. ഈ ഒരു ദൗത്യം, അതിനോട് ആമേൻ പറയാനായിട്ട് ഡീക്കൻ അനിൽ കാണിച്ച ആ വലിയ ഒരു എളിമ, അതിന് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഫാദർ ഡോക്ടർ അരുൺ കലമറ്റത്തിലിനെയാണ് പ്രവാചക ശബ്ദം കണ്ടെത്തിയത്. എനിക്ക് അരുണച്ചനെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അച്ഛനായ ഉടനെ തന്നെ നമ്മൾ കാണുകയാണ്, വിശുദ്ധ ഗ്രന്ഥവും കാറ്റക്കിസും കാത്തലിക് ചർച്ചും ഇരുകരങ്ങളിൽ പിടിച്ചുകൊണ്ട് പ്രബോധനം നൽകുന്ന ഒരു വൈദികൻ. തെരഞ്ഞെടുപ്പാണിത്, കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ആ അരുണച്ചനെ കർത്താവ് തിരഞ്ഞെടുത്തു. കത്തോലിക്ക സഭയുടെ ആ കലർപ്പില്ലാത്ത പ്രബോധനം മലയാളികൾക്ക് മാത്രമല്ല, ആഗോള തലത്തിൽ നൽകാനുള്ള ഒരു ദൗത്യം. അതിനോട് അച്ഛൻ ആമേൻ പറയുകയാണ്. അതിന് ഒരുപക്ഷെ തുടങ്ങുമ്പോൾ ഒരു വിളിയും ദൗത്യവും ആരംഭിക്കുമ്പോൾ അതത്ര സ്വീകാര്യമായിരിക്കില്ല എല്ലാവർക്കും. കാരണം ഇത് മനസ്സിലാകാത്ത ആളുകളുടെ ഇടയിലേക്കാണ് ഈ ഒരു കാര്യവുമായിട്ട് ചെല്ലുന്നത്. വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പ്രബോധനവും ഒരേപോലെ പകർന്ന് നൽകുന്ന ആ ഒരു ദൗത്യം. പിന്നീട് നമ്മൾ മനസ്സിലാക്കുകയാണ്, അച്ഛന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭയുടെ പ്രബോധനങ്ങളെ അതിൻ്റെ ശരിയായ ഒരു ട്രാക്കിൽ ആക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ജോസഫ് റാറ്റ്സിംഗർ, ബെനഡിക്ട് 16 പാപ്പ, ആ പാപ്പായുടെ പ്രബോധനങ്ങളെ മുഴുവൻ ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ടുള്ള ഒരു വലിയ വിളിയാണ് അരുണച്ചന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ, ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച്, ആ ഒരു മെമ്മറി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ റാറ്റ്സിംഗർ പിതാവ് നമുക്കറിയാം, ഈ കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനാണ് ജോസഫ് റാറ്റ്സിംഗർ. അദ്ദേഹത്തെ മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട്, അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളെ മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്ന അരുണച്ചൻ. നമുക്കറിയാം, കാറ്റക്കിസും കാത്തലിക് ചർച്ച് എല്ലാം രൂപപ്പെടുത്തുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച ആളാണ് ജോസഫ് റാറ്റ്സിംഗർ. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും വലിയ ഒരു ഉറപ്പ്, സഭയെക്കുറിച്ച്, സഭയുടെ പ്രബോധനത്തെക്കുറിച്ച് വലിയ ഉറപ്പ് ലഭിച്ച ഈ ജോസഫ് റാറ്റ്സിംഗറിന്റെ, പിന്നീട് നമുക്കറിയാം ബെനഡിക്ട് 16 പാപ്പായുടെ ആ ഒരു പേപ്പസിലൂടെയാണ്. നമുക്ക് അരുണച്ചനെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. അച്ഛനിലൂടെ ഈ കാലഘട്ടത്തിൽ നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കാൻ നമ്മളിപ്പോൾ 636 ഡിവൈസസ് നമ്മളാളുള്ളത്. അതുപോലെ തന്നെ മറ്റ് ലൈവായിട്ട് പോകുന്ന
മറ്റ് കാര്യങ്ങൾ. നിങ്ങൾ എല്ലാവരും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛനിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു പ്രമാണരേഖ മാത്രമാണ് ഇപ്പൊ പൂർത്തിയായിരിക്കുന്നത്. ഇനിയും പ്രമാണരേഖകളും അധികാര ഡോക്യുമെന്റ്സും. വ്യക്തിപരമായിട്ട് ഞാൻ ഉറ്റുനോക്കുന്നത് ഒറിയന്താലും എക്ലേസിയാരും എന്ന സഭയുടെ ഒരു ഡോക്യുമെന്റ് ആണ്. കാരണം ഞാൻ ഈ ദിവസങ്ങളിൽ 1996 ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ ഇൻസ്ട്രക്ഷൻ 98 ഇൻസ്ട്രക്ഷൻസ് ആണ് കോൺഗ്രിഗേഷൻ നമുക്ക് നൽകിയിരിക്കുന്നത്. പക്ഷെ അത് ഉൾക്കൊള്ളാനായിട്ട് സ്വീകരിക്കാനായിട്ടുള്ള എളിമ നമുക്ക് ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളത് തന്നെ വിഷമിപ്പിക്കുകയാണ്. ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ലൂമൻ ജെൻസിയൻ നമ്പർ 23 ഉണിത്താത്തിസ് റെദിന്തരാസിയോ 14 മുതൽ 18 വരെയുള്ള നമ്പറുകളും ഒറിയന്താൽ എക്ലേസിയാരും ഓറിയന്റൽ കാനനിലോ ഇങ്ങനെയുള്ള പൗരസ്ത്യ സഭകളെ സംബന്ധിക്കുന്ന മുഴുവൻ നിയമങ്ങളും ക്രോഡീകരിച്ചിരിക്കുന്ന ഒരു 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 രേഖയാണ് ഇൻസ്ട്രക്ഷൻ ഫോർ ആപ്ലിക്കേഷൻ ഓഫ് ദ ലിറ്റർജിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ദ ഈസ്റ്റേൺ ചർച്ചസ്. അപ്പോൾ ഞാൻ അതിൽ കണ്ട ഒരു കാര്യം, കത്തോലിക്കാ സഭ എന്ന് പറയുന്നത് 24 24 എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. 24 എക്സ്പ്രഷൻസ് ആണ് നമുക്ക് കത്തോലിക്കാ വിശ്വാസത്തിന്റെ എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ സഭ ആവശ്യപ്പെടുന്നത് ഈ ഓരോ എക്സ്പ്രഷനും അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം. ഇന്ന് നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്. സഭയുടെ പ്രബോധനം പൂർണ്ണതയിൽ ആരെങ്കിലും സ്വീകരിച്ച് ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രീമിസ്റ്റ് ആണ്. അതായത് ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ എല്ലാവരും ചിന്തിക്കണം, സഭ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണമെന്ന് കരുതുന്നവർ കുറയുകയാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ കത്തോലിക്കാ സഭ ആവശ്യപ്പെടുന്നത് 24 എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്തിന്റെ അതിന്റെ എൻറ്റയർ ആയിട്ടുള്ള ആ ഹെറിറ്റേജ് പേട്രിമണി അത് ഓരോ സഭയും അത് ഉൾക്കൊള്ളുകയും ജീവിക്കുകയും ചെയ്യണം. സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അത് പൗരസ്ത്യ സുറിയാനി വേരിൽ നിന്നാണ് വരുന്നത്. ആ ഒരു കർത്താവിൻ്റെ തന്നെ ആ ഒരു പാരമ്പര്യം, കർത്താവ് ജീവിച്ച കർത്താവിൻ്റെ ആ ഒരു സംസ്കാരം, കർത്താവ് ഉൾക്കൊണ്ട ആ സംസ്കാരം, ആ യഹൂദ അറമായ സുറിയാനി സംസ്കാരം, അതിൻ്റെ പൂർണ്ണതയിൽ തോമാശ്ലീഹായിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അതിനെ വ്യാഖ്യാനിച്ചത് സഭാപിതാക്കന്മാരാണ്. ശ്ലീഹന്മാരിൽ നിന്ന് സഭാപിതാക്കന്മാരോട് നമുക്ക് ലഭിച്ച ആ പാരമ്പര്യം അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് അത് പഠിപ്പിക്കുമ്പോൾ മാത്രമേ കത്തോലിക്ക സഭയ്ക്ക് ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ഏതെങ്കിലും ഒരു സഭയുടെ എന്തെങ്കിലും എടുത്ത് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് ദ കാത്തലിക് ചർച്ച്. എൻ്റെ സ്വാർത്ഥതയാണ് അവിടെ സംതൃപ്തമാകുന്നത്. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എനിക്കിഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നത് അതല്ല സഭ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, 24 എക്സ്പ്രഷൻസ് ഓഫ് കാത്തലിക് ഫെയ്ത്ത്, ആ ഓരോ എക്സ്പ്രഷനും ഓരോ സഭയും അതിൻ്റെ പൂർണ്ണതയിൽ കലർപ്പില്ലാതെ, അതാണ് വളരെ വ്യക്തമായിട്ട് സഭ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. ഒരു കലർപ്പും ഉണ്ടാകാൻ പാടില്ല. കാരണം അത് മറ്റു സഭകൾക്ക് ഉപകാരം ഉണ്ടാവണം. നമ്മളിങ്ങനെ നമുക്ക് വളരെയേറെ നമ്മൾ സിറോ മലബാർ വിശ്വാസികൾ ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കേരളപ്പെട്ട സിറോ മലബാർ രൂപതയിൽ നിന്നുള്ള ആളുകളുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, കത്തോലിക്കാ സഭയ്ക്ക് ഗുണമുണ്ടാകണമെങ്കിൽ നമ്മുടെ പൈതൃകം തോമാശ്ലീഹായിലൂടെ സഭാപിതാക്കന്മാരിലൂടെ നമുക്ക് ലഭിച്ച പൈതൃകം അത് ഇടയ്ക്ക് വെച്ച് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അത് കുറഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ ചൈതന്യം, അതിന്റെ പ്യൂരിറ്റി കുറയുന്നുണ്ട്. ആ പ്യൂരിറ്റിയിലേക്ക് പോകണം എന്നുള്ളതാണ് സഭയുടെ ആഗ്രഹം. അത് ആരുടെ ഭാഗത്തു നിന്ന് പ്യൂരിറ്റിക്ക് വിരുദ്ധമായിട്ട് വന്നാലും ആ പ്യൂരിറ്റിയിലേക്ക് പോകണം എന്നുള്ള ആ ഒരു കാര്യം ഒരിന്താലും എക്ലേസിയാരും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. തിരുവചനത്തെക്കുറിച്ച് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ജെറോം പറയുന്നുണ്ട്, ഇഗ്നറൻസ് ഓഫ് സാക്രഡ് സ്ക്രിപ്ചർ ഇസ് ഇഗ്നറൻസ് ഓഫ് ക്രൈസ്റ്റ്. എന്നാൽ 2023 ഫ്രാൻസിസ് പാപ്പ ആധുനിക കാലത്തെ എക്സജറ്റിക്കൽ പഠനങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ പറയുകയാണ്, സാക്രഡ് സ്ക്രിപ്ചർ സ്പീക്സ് ഓൺലി ഓൺ ജീസസ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ ഒരാളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നസ്രായനായ ഈശോയെ കുറിച്ച്.
നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും നമുക്കറിയാം, പഴയ നിയമത്തിലെ യാവേ എന്ന് കാണുമ്പോൾ അദോനായി എന്ന് വായിച്ചിരുന്നു യഹൂദര് എന്ന് പറയുന്ന പോലെ, നമുക്ക് യാവേ എന്ന് കാണുന്നിടത്ത്, ദൈവം എന്ന് കാണുന്നിടത്ത്, കർത്താവ് എന്ന് കാണുന്നിടത്ത്, നമുക്ക് നമ്മുടെ വിശ്വാസം ജനിപ്പിച്ച തോമാശ്ലീഹ പറഞ്ഞതുപോലെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് മനസ്സിൽ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരേണ്ട ചിത്രം നസ്രായനായ ഈശോയുടേതാണ്. ഈശോയുടെ പേര് ചേർത്ത് വായിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അരുണച്ചിലൂടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. എൻ്റെ വലിയ നന്ദി കർത്താവിൻ്റെ മുമ്പിലുള്ള വലിയ നമുക്കറിയാം, മലബാർ കുർബാന നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത അത്ര വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പ്രവാചക ശബ്ദത്തിന്റെ ഈ ശുശ്രൂഷ, അരുണച്ചന്റെ ഈ ശുശ്രൂഷ എന്ന് ഞാൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഇനി കേൾക്കാൻ പോകുന്ന, തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം കേൾക്കാൻ പോകുന്ന എല്ലാവർക്കും സമർത്ഥമായ ദൈവാനുഗ്രഹം ഞാൻ നേരുകയാണ്. കാർഡിനൽ മരിയ മർത്തീനി പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഏകദേശം 25 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരു 150 വർഷം പുറകിലാണ് എന്ന്. വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനം നമ്മൾ സ്വീകരിക്കാതെ ജീവിച്ച ഈ 58-60 വർഷക്കാലം നമ്മൾ പുറകിലാണ്. അതിനെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ പരിഹരിക്കുന്നത്. നമ്മൾ ആ ഒരു കണ്ടംപററി ആയിട്ട് സഭയുടെ പ്രബോധനം കൂടെ, സഭയുടെ പ്രബോധനം അത് ദൈവത്തിൻ്റെതാണ്, അത് റുഹാദ് ഖുദ്സായുടേതാണ്. ആ പ്രബോധനം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് കണ്ടംപററി ആകാനുള്ള വലിയൊരു അവസരം, അതിന് അവസരം നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ ദൈവാനുഗ്രഹവും എല്ലാവർക്കും നേർന്നുകൊണ്ട് പിതാവിനോട് ചേർന്ന് ഞാൻ ഈ ഒരു സംരംഭം, ദൈവറിവിന്റെ ആദ്യത്തെ ക്ലാസ്, അതുപോലെ തന്നെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. താങ്ക് യു അഭിവന്ദ്യ ജോസഫ് സ്വാമികൾ പിതാവേ. ഒത്തിരി നന്ദി പിതാവിന്റെ സാന്നിധ്യത്തിനും പിതാവിന്റെ പ്രഭാഷണത്തിനും, പിതാവ് ഈ ഡോക്യുമെന്റ് അധികമായിട്ട് ഉദ്ഘാടനം ചെയ്തതിനും. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിതാവ് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ ബൈബിൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ നിന്നാണ് പിതാവിന്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് നമ്മോടൊപ്പം സമയം ചെലവിടുവാനും നമുക്ക് സന്ദേശം തരുവാനുമായിട്ട് പിതാവ് എത്തിയത്. പിതാവിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, പ്രവാചക ശബ്ദം ടീമംഗങ്ങളുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും പിതാവിന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു പിതാവേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്തായിട്ട് നമുക്ക് നമ്മുടെ പാലക്കാട് രൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവ് ഈ ദൈവവർബത്തിന്റെ ഈ ഉദ്ഘാടന വേളയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി നമുക്ക് സന്ദേശം തരുന്നതാണ്. ഞാൻ ഇതിനുവേണ്ടി പിതാവിനെ ക്ഷണിക്കാൻ വേണ്ടി പിതാവിനെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി, ഒത്തിരി സ്നേഹത്തോടു കൂടി പിതാവ് വരാമെന്നും നമുക്ക് വേണ്ടി അനുഗ്രഹ പ്രഭാഷണം നടത്താമെന്നും പിതാവ് സമ്മതിച്ചു. ശ്രാമിക്കൽ പിതാവ് ഇപ്പോൾ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ അനേകം സ്ഥലങ്ങളിലേക്ക് കർത്താവിന്റെ വചനം എത്തിക്കുന്നതിന് പാലക്കാട് രൂപത ഒരു വലിയ കാരണമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അഭിവന്ദ്യ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവിനെ അനുഗ്രഹ പ്രഭാഷണത്തിനായി ഈശോയും സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ ശ്രാമ്പിക്കൽ ജോസഫ് പിതാവെ, പ്രവാചക ശബ്ദ കൂട്ടായ്മയില് വളരെ പ്രശംസനീയമാം വിധത്തില് ക്ലാസ് നയിക്കുന്ന ബഹുമാനപ്പെട്ട അരുൺ കലമറ്റത്തിലച്ച, ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ അനിൽ, ഇപ്പോൾ എന്നെ ശ്രവിക്കുകയും ഈ ക്ലാസ്സിൽ പങ്കുചേരാൻ എത്തിയിരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ ആധികാരികമായിട്ട് പല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ് വായിച്ചു പോകുന്നതെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ചില ഉൾക്കാഴ്ചകൾ, ചില ജ്ഞാനം നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് അത് വളരെ അനുഭവത്തിന് വെളിച്ചത്തിൽ എനിക്ക് പറയാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുന്നത് അപ്പൊ പല രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റും. വെറുതെ ഒരു സാധാരണ രീതിയിൽ നമുക്ക് ഒന്ന് വായിക്കാൻ പറ്റും. അതേസമയം നമുക്ക് എന്തെങ്കിലും ഒരു നിയോഗത്തോടു കൂടി വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ട് സാധിക്കും. ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വായിക്കാൻ സാധിക്കും. അതേസമയം ഒരു മത്സരാടിസ്ഥാനത്തിൽ ഇപ്പൊ നമ്മളൊരു ക്വിസ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് നമുക്കറിയാം ലോഗോസ് ക്വിസ് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ മത്സരാടിസ്ഥാനത്തിൽ ബൈബിൾ വായിക്കുന്നുണ്ട്. ഈ മത്സരാടിസ്ഥാനത്തിൽ ബൈബിൾ വായിച്ച് പഠിക്കുമ്പോൾ അത് ആ പഠനത്തോടു കൂടി അങ്ങ് കഴിഞ്ഞു. പല ഉത്തരങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു.
ഉദ്ദേശിക്കുന്നത് അതല്ല എങ്കിൽ പോലും കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഒരു ആധികാരികമായ ഒരു അറിവ് കിട്ടിയതിന് ശേഷം വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ, അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് കടത്തിവിടാൻ ദൈവം പ്രവാചക ശബ്ദത്തെ ഉപയോഗിക്കുന്നു. അതിന്റെ പ്രവാചക ശബ്ദത്തില് പങ്കാളികളായിട്ടുള്ളവരെ പ്രത്യേകം ഉപയോഗിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം, അഭിമന്യ ശ്രാമ്പിക്കൽ പിതാവ് സൂചിപ്പിച്ചു, എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണം. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിലൂടെ നമുക്കത് വ്യക്തമാണല്ലോ. യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നു. അതായത് തന്റെ ഏകജാതനം നൽകാൻ തക്ക വിധം, അല്ലെ, സുവിശേഷത്തിൽ തന്റെ ഏകജാതനം തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനം നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ, സ്നേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതിലൊക്കെയാണ് ഉൾച്ചേർന്നിരിക്കുന്നത് എന്ന് ലോകത്തിന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. ഒന്നോ രണ്ടോ കാര്യത്തിലല്ല, എല്ലാ കാര്യങ്ങളിലും, മനുഷ്യന്റെ അനുദിന വ്യാപാരങ്ങളിൽ എല്ലാറ്റിലും ദൈവത്തിന്റെ ഒരു മറഞ്ഞിരിപ്പുണ്ട്. അത് വെളിപ്പെടുത്തി കിട്ടണം. അങ്ങനെ ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന സ്നേഹവും മറഞ്ഞിരിക്കുന്ന നന്മകളും മറഞ്ഞിരിക്കുന്ന കാരുണ്യങ്ങളും അതെല്ലാം നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. ദൈവികമായ നന്മകൾ മുഴുവനും ഉൾച്ചേർന്ന് വെച്ചിരിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് വിശുദ്ധ ഗ്രന്ഥം. നമ്മൾ എത്ര തുറന്നു ചെന്നാലും ഒരിക്കലും അവസാനിക്കാത്ത വൻ നിക്ഷേപം വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അഭിമന്യ ശ്രാമ്പിക്കൽ പിതാവ് എന്റെ സാന്നിധ്യത്തെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാന്നിധ്യം എന്ന് പറയും. നമ്മൾ പല രീതിയിൽ സാന്നിധ്യത്തെ മനസ്സിലാക്കുന്നുണ്ട്. ഫിസിക്കൽ പ്രസൻസ്, മോറൽ പ്രസൻസ്, ഇൻസ്ട്രുമെന്റൽ പ്രസൻസ്, വെർച്വൽ പ്രസൻസ്. നമ്മൾ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ട്രാൻസ് സബ്സ്റ്റാൻഷ്യൽ പ്രസൻസ്, അങ്ങനെയുള്ള പല പ്രസൻസും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുകയും ഞാൻ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ ഫിസിക്കൽ ആൻഡ് മോറൽ പ്രസൻസ് വളരെ ശക്തമാണ് വിശുദ്ധ ബൈബിളിൽ. ദൈവത്തിന്റെ ഫിസിക്കൽ പ്രസൻസ് അതെങ്ങനെ നമ്മൾ വായിച്ച് മനസ്സിലാക്കും? ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. തന്റെ ഏകജാത അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി ദൈവം നമ്മോട് സംസാരിച്ചു. ആദ്യകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി, പിന്നീട് അവസാനം തന്റെ പുത്രൻ വഴി സംസാരിക്കും. അപ്പൊ ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുന്ന, ഫിസിക്കലി പ്രസന്റ് ആയിട്ട് നിന്ന് നമ്മോട് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ താല്പര്യപൂർവ്വം വായിക്കുന്നു. അപ്പൊ അത് ദൈവത്തിന്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് പോലും നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. ദൈവം എന്ന് പറയുമ്പോൾ ത്രിയേക ദൈവമാണല്ലോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പൊ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഒരു കൂട്ടായ്മയിലുള്ള ഫിസിക്കൽ പ്രസൻസ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളേണ്ടതുമായിട്ടൊരു സംഗതി ഒരു മോറൽ പ്രസൻസ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസ്സിലാക്കുക? നമുക്കറിയാം, ഒരാളുടെ സാന്നിധ്യം, ഒരു ധാർമ്മിക സാന്നിധ്യം, അത് പല രൂപത്തിലാകാം. ഒന്ന് ഒരു സ്നേഹപൂർവകമായ ഒരു ശാസനയുടെ രൂപത്തിലാകാം, ഒരു ആജ്ഞയുടെ രൂപത്തിലാകാം, ഒരു കാര്യം പറഞ്ഞു തന്ന് സഹായിക്കുന്നതിന്റെ രൂപത്തിലാകാം. അങ്ങനെ വിവിധങ്ങളായ ആജ്ഞകള്, പ്രബോധനങ്ങള്, തെറ്റുതിരുത്തലുകള്, സ്നേഹത്തിന്റെ പ്രവർത്തികള്, ഇവയെല്ലാം ഉൾച്ചേർന്ന് വെച്ചിരിക്കുന്ന ഒരു ധാർമ്മിക സാന്നിധ്യം ബൈബിളിലുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. അപ്പൊ ദൈവത്തിന്റെ മോറൽ പ്രസൻസ്, ധാർമ്മികം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെറ്റീരിയൽ പ്രസൻസിന് മറുഭാഗം എന്നുള്ള അർത്ഥത്തിലല്ല, അല്ലാതെ നമ്മൾ കാണുന്ന എത്തിക്കൽ പ്രസൻസിനെ കുറിച്ച് മാത്രമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മോറൽ പ്രസൻസ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. പിന്നെ പ്രസൻസിനെ കുറിച്ച് പറഞ്ഞു പോകും ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നു, എന്നോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ദൈവത്തിന്റെ സർവ്വ നന്മകളും മോറലി പ്രസന്റ് ആയിട്ട് എന്റെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്ന ഒരു ദൈവം, അത് എനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ദൈവം ആവിഷ്കരിച്ചിട്ടുള്ള കാര്യങ്ങള് ജനത്തിന്റെ മുൻപാകെ ആവിഷ്കരിച്ചു കൊടുക്കാൻ ദൈവം ചിലരെ വിളിക്കുന്നു. ദൈവം ആവിഷ്കരിച്ചു വെച്ച കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തില് ആരിലൂടെ ദൈവം ആവിഷ്കരിച്ചു? പരിശുദ്ധാത്മാവ് പ്രഥമ പ്രചോദകനായി നിന്നുകൊണ്ട് സുവിശേഷകന്മാരിലൂടെയും മറ്റ് വിശുദ്ധ ഗ്രന്ഥ കർത്താക്കളിലൂടെയും ആവിഷ്കരിക്കപ്പെട്ട ദൈവിക കാര്യങ്ങൾ, ദൈവിക പദ്ധതികൾ, ദൈവത്തിന്റെ നന്മകൾ, അത് നമ്മൾ വെളിച്ചത്തേക്ക് മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ദൈവഭൂമിയിൽ വായിക്കുന്നുണ്ട്, ദൈവാവിഷ്കരണം സാധിക്കുന്നത് ആരിലൂടെ? വിശുദ്ധ സുവിശേഷകന്മാരിലൂടെ, അപ്പസ്തോലന്മാരിലൂടെ, അവരുടെ പിൻഗാമികളിലൂടെ, അങ്ങനെ വന്ന് സുവിശേഷം പഠിക്കുന്നവരിലൂടെ പോലും ഈ ദൈവം തന്റെ കാര്യങ്ങൾ ആവിഷ്കരിച്ചു കൊടുക്കാനായിട്ട് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അഭിമന്യ പിതാവ് സൂചിപ്പിച്ചു, അല്ലെങ്കിൽ ഇതിന്റെ ആരംഭത്തില് ശ്രീ അനിൽ ലൂക്കോസ് സൂചിപ്പിച്ചു, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടാതെ
വിശുദ്ധ ഗ്രന്ഥത്തിന് തന്നെ ഒരു നിലനിൽപ്പുണ്ടോ? മനുഷ്യരോട് ബന്ധമില്ലാതെ ദൈവത്തിന് നിലനിൽപ്പിൽ എന്ന് പറഞ്ഞതുപോലെ വേറൊരു അർത്ഥം ചിന്തിച്ചാല് നമ്മുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെടാതെ ബൈബിൾ ഇല്ല, അങ്ങനെ പറ്റില്ല. അതുകൊണ്ട് അനുദിന ജീവിതത്തിലേക്ക് ബൈബിളിനെ കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മള് ബൈബിളിലെ തത്വങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ബൈബിളിന്റെ വ്യാഖ്യാതാക്കളും ശരിക്കും പറഞ്ഞാൽ ദൈവാവിഷ്കരണത്തിന്റെ ഉപകരണങ്ങളാണ്. യഥാർത്ഥത്തിൽ ബൈബിളിനെ വിശദീകരിക്കുന്നവര്, വ്യാഖ്യാനിക്കുന്നവര്, അവരെ കുറിച്ച് പറയുക ശരിക്കും അവര് പരിശുദ്ധാത്മാവിന്റെ നിഘണ്ടു എന്നാണ്. ബൈബിള് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവർ പരിശുദ്ധാത്മാവിന്റെ ഡിക്ഷണറികളാണ്. അപ്പൊ അവര് വേണ്ട വിധത്തില്, പ്രത്യേകിച്ച് അരുണച്ചനൊക്കെ നമുക്കറിയാം, നല്ല പഠനം ശ്രദ്ധിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ദൈവത്തിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ഡിക്ഷണറി എന്ന് പോലും നമുക്ക് വേണമെങ്കിൽ അരുണച്ചനെ കുറിച്ചും അച്ഛനെ പോലെയുള്ളവരെ കുറിച്ചും ഒക്കെ സംസാരിക്കാനായിട്ട് സാധിക്കും. ഡിക്ഷണറി അല്ലെങ്കിൽ നിഘണ്ടു. അപ്പോ ഇങ്ങനെയുള്ളവര് ഈ തിയോളജിയൻസ്, പക്ഷെ സെൽഫ് പ്രൊക്ലെയിംഡ് തിയോളജിയൻസ് അല്ല. അങ്ങനെയാണ്. ഞാനൊരു ദൈവശാസ്ത്രജ്ഞനാണ്, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, ഞാൻ പറയുന്നത് മാത്രമേ സത്യമുള്ളൂ, അങ്ങനെ പറയാൻ പറ്റില്ല. അത് പിന്നെ നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ഒരു പ്രയോഗം, സെൽഫ് പ്രൊക്ലെയിംഡ് തിയോളജിക്കൽ എക്സ്പേർട്സ് ദേ ഡു നത്തിങ്, ദേ ആർ യൂസ്ലെസ്. അങ്ങനെയൊന്നുമില്ല. അപ്പൊ ബുദ്ധിയിൽ അഹങ്കാരം നിറഞ്ഞവരും ദൈവത്തിന് വിധേയപ്പെടാത്തവരും സഭയ്ക്കയുടെ പ്രബോധനങ്ങൾക്ക് വിധേയപ്പെടാത്തവരും ഒക്കെ എത്ര അറിവുള്ളവരാണെങ്കിലും സെൽഫ് പ്രൊക്ലെയിംഡ് തിയോളജിക്കൽ എക്സ്പേർട്സ് എന്ന് പറയാം. അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ നമ്മള് ദൈവത്തിന് വിധേയപ്പെട്ട് പിന്നെ സഭയ്ക്ക് വിധേയപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പഠിക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യാനായിട്ട് നമ്മളെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ പ്രവാചക ശബ്ദ കൂട്ടായ്മയില് നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണാനും ഇതുപോലെ 1-2 വാക്കുകൾ നിങ്ങളോട് പറയാനും ഒക്കെ സാധിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുകയും, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നീട്ടുന്നില്ല. ഞാൻ ഈ ദൈവവർമ്മന്റെ അവസാനത്തിലെ ഉപസംഹാരത്തിലെ ഒരു കൊച്ചു വാചകം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഇപ്രകാരമാണ്: അതുകൊണ്ട് ഈ രീതിയിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വായനയും പഠനവും വഴി ദൈവത്തിന്റെ വചനത്തിന് പ്രചാരവും മഹത്വവും ലഭിക്കുകയും സഭയ്ക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആവിഷ്കാരത്തിന്റെ നിധി മനുഷ്യ ഹൃദയങ്ങളിൽ കൂടുതൽ കൂടുതൽ നിറയുകയും ചെയ്യട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു സംക്ഷിപ്ത രൂപത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വായനയും പഠനവും വഴി ദൈവത്തിന്റെ വചനത്തിന് പ്രചാരവും മഹത്വവും ലഭിക്കും. നമ്മൾ നടത്തുന്ന ഈ പ്രവാചക ശബ്ദ കൂട്ടായ്മയില് ദൈവവർമ്മനെ കുറിച്ചുള്ള നമ്മുടെ ക്ലാസ്സുകളും പഠനങ്ങളും എല്ലാം വിശുദ്ധ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രചാരവും മഹത്വവും ലഭിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മള് ഈ സാധാരണ ഭാഷയിൽ നമുക്കൊരു ഹ്യൂമൻ ലാംഗ്വേജ് ഉണ്ട്. മാനുഷിക ഭാഷയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ, മാനുഷിക ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ ദൈവത്തിന് ഒരു ദൈവികമായ ഭാഷയുണ്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു ഡിവൈൻ ലാംഗ്വേജ് ഉണ്ട്. ഞാൻ സാധാരണ ചില പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യരുടെ ഹ്യൂമൻ ഭാഷയില് മനുഷ്യ ഭാഷ അതിന്റെ ഗ്രാമാറ്റിക്കൽ ലൈൻ തുടങ്ങുന്നത് ഈ ആൽഫബറ്റ് വെച്ചുകൊണ്ട്, അക്ഷരമാലയാണ്, ആൽഫബറ്റ് ABCD എന്നോ ആ മുതൽ വരെയുള്ള മലയാളം അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് തുടങ്ങുന്ന ഹ്യൂമൻ ലാംഗ്വേജിൽ അങ്ങനെ ആൽഫബറ്റ് ആണ് അതിന്റെ ഒരു അടിസ്ഥാന യൂണിറ്റ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഡിവൈൻ ലാംഗ്വേജില് ദൈവത്തിന് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ദൈവിക ഭാഷയിലെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് അക്ഷരങ്ങളല്ല, വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വാക്കുകൾ എന്ന് പറഞ്ഞാൽ അതില് സ്നേഹം, സത്യം, സാഹോദര്യം, ഇല്ലേ, കരുണ, കാരുണ്യം, ഇങ്ങനെയുള്ള ദൈവിക വാക്കുകൾ, ഈ വാക്കുകള് ദൈവിക ഭാഷയിലെ അടിസ്ഥാന യൂണിറ്റുകളാണ്. എനിക്ക് തോന്നിയ ഒരു കാര്യം, അങ്ങനെ ഒരു ഡിവൈൻ വിസ്ഡം പോലെ എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ്. ദൈവിക ഭാഷ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ അടിസ്ഥാന യൂണിറ്റ് ഇതാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവിക ഭാഷയിലെ ഈ വാക്കുകളും എല്ലാം ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാണ്. അത് ഈശോയാണ്. ഈശോയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവിക ഭാഷയിലെ സർവ്വ നന്മകളും സർവകാര്യങ്ങളും ഈശോയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈശോയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ദൈവിക ഭാഷ മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കാൻ മനുഷ്യനായി അവതരിച്ചു. ഞാനൊരു സൂപ്പർ തിയോളജിനെ പോലെ സംസാരിക്കുന്നതല്ല, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുന്നു മാത്രം. എന്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവിക ഭാഷ വചനമാണല്ലോ, വാക്കുകളാണല്ലോ. ആ ദൈവിക ഭാഷയിലെ സർവ്വ വാക്കുകളും ഈശോയിൽ കേന്ദ്രീകരിച്ച് മാംസമായി നമ്മുടെ ഇടയിൽ അവതരിച്ചു, വെളിപ്പെടുത്തപ്പെട്ടു, ആവിഷ്കരിക്കപ്പെട്ടു. ഈശോയിൽ ആവിഷ്കരിക്കപ്പെട്ടതും ദൈവം വെളിപ്പെടുത്തിയതുമായ അനേകം നന്മകൾ, എല്ലാ നന്മകളും
മറ്റു മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കാൻ ദൈവം ആധികാരികമായി ചിലരെ വിളിക്കുന്നുണ്ട്, ആധികാരികമായി നന്മകൾ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അരുണച്ചനും കൂട്ടരും അങ്ങനെയുള്ള ഒരാളാണ്. ഇതിന് പ്രചോദനം നൽകുന്ന, ഈ കൂട്ടായ്മയ്ക്ക് പ്രചോദനം നൽകുന്ന ശ്രീ അനിൽ ലൂക്കോസ് പ്രവാചക ശബ്ദത്തിന്റെ ആളാണ്. പ്രവാചക ശബ്ദം, ഞാനൊരു പ്രവാചകനാണെന്ന ഒരു സെൽഫ് പ്രൊക്ലെയിംഡ് പ്രോഫറ്റ് അല്ല അദ്ദേഹം എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനും അഭിവന്യ ശാമ്പിക്കൽ പിതാവും ഒക്കെ ഈ കൂട്ടായ്മയിലേക്ക് വന്നത്. സഭയോടും സഭയുടെ പ്രബോധനങ്ങളോടും ദൈവത്തോടും തന്നെ വളരെയേറെ വിധേയത്വത്തോടു കൂടി പോകുന്ന ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അനുഗ്രഹാശംസകളും നേരുകയാണ്. ഞങ്ങള് വത്തിക്കാൻ കൗൺസിലിന്റെ സെക്കൻഡ് വാറ്റിക്കാൻ കൗൺസിലിന്റെ രണ്ടാമത്തെ ഒരു പ്രബോധന പരമ്പരയിലേക്ക് വരികയാണല്ലോ. ദൈവവർഗവും ദൈവാവിഷ്കരണ ഡിക്രിയെ സംബന്ധിച്ചുള്ള പ്രബോധന പരമ്പര നമ്മൾ ആരംഭിക്കുകയാണ്. ഇതിനെല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. ഈ കൂട്ടായ്മ നയിക്കുന്നവരെയും ഇതിൽ പങ്കെടുക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരി നന്ദി പിതാവേ. പിതാവിന്റെ വിലയേറിയ സമയത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അല്പസമയം മാറ്റിവെക്കാനും ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹ പ്രഭാഷണം നടത്താനും പിതാവ് കാണിച്ച വലിയ മനസ്സിന് പ്രവാചക ടീമിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യത്തിനു വേണ്ടി കൂടി പിതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. കഴിഞ്ഞ 2.5 വർഷക്കാലം ബഹുമാനപ്പെട്ട അരുണച്ചനെ ഞങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കി തന്നതിന്. പിതാവ് അവൈലബിൾ ആക്കി തരുന്നില്ലെങ്കിൽ ഈ ക്ലാസ് നടക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാ 1-ാമത്തെയും 3-ാമത്തെയും ശനിയാഴ്ചകളിൽ എനിക്ക് തോന്നുന്നു 1-2 ക്ലാസ്സുകൾ മാത്രമേ മുടക്കം വന്നിട്ടുള്ളൂ. അതല്ലാതെ എല്ലാ ക്ലാസ്സുകളും ഈ 2.5 വർഷക്കാലം തുടർച്ചയായിട്ട് നടക്കുന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. അത് പാലക്കാട് രൂപതയിൽ നിന്നാണ് ഇത് ലോകം മുഴുവനിലേക്കും ഇതെത്തുന്നത്. അതിന് പിതാവിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. എനിക്കറിയാം ഈ അച്ഛന്റെ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് പലരും നിരവധി വചനപ്രഘോഷകർ എനിക്കറിയാം, അവരൊരു ടോപ്പിക്ക് സംസാരിക്കാൻ പോകുമ്പോൾ പലരും ഞങ്ങൾ പ്രവാചക ടീമിനോട് വിളിച്ചു ചോദിക്കാറുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അരുണച്ചൻ പറഞ്ഞ എന്തെങ്കിലും വീഡിയോ കയ്യിലുണ്ടോ എന്നുള്ളത്. കാരണം ആളുകൾക്ക് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭ പറയുന്നത് അനുസരിച്ച് വചനം പ്രഘോഷിക്കുവാനായിട്ടുള്ള ഒരു വലിയ തീഷ്ണത, അത് വലിയൊരു ഉറപ്പായിട്ട് അവരുടെ മനസ്സിൽ ഒരു ബോധ്യമായിട്ട് തോന്നുന്നത് പല സമയത്തും ഞങ്ങൾക്കത് തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പിതാവിന് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒത്തിരി നന്ദി പിതാവേ. പിതാവിന്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ എല്ലാവരെയും ഓർക്കണമേ. പിതാവിന്റെ ബ്ലെസ്സിങ്സ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. നമുക്ക് ക്ലാസ് ഡീക്കൻ അനിലിന്റെ നന്ദിയുടെ കൂടെ ഞാനും സ്നേഹത്തോടെ അഭിന്ദ പിതാവിന്റെ വാക്ക് നന്ദി പറയുകയും കൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, പിതാക്കന്മാരുടെ ശുശ്രൂഷയാണ് പ്രബോധനവും ഒക്കെ. സഭയെ നയിക്കുന്നത് അവരാണ്, സഭയെ പഠിപ്പിക്കുന്നത് അവരാണ്. അവരിലൂടെ അവരുടെ കൂട്ടായ്മയിൽ അവരുടെ കരങ്ങളായിട്ടാണ് ഞങ്ങളൊക്കെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പിതാവ് ഭയങ്കര ശക്തമായ സപ്പോർട്ട് തരുന്നുണ്ട്. അത് ഡീക്കൻ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ടൊക്കെയാണ് നമുക്കത് ചെയ്യാനായിട്ട് കഴിയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വലിയ സ്നേഹത്തോടെ പിതാവിന് നന്ദി പറഞ്ഞു. പിതാവിന്റെ ഒരു ബ്ലെസ്സിങ് കൂടെ സ്വീകരിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സഹവാസവും ഈ പ്രവാചക ശബ്ദ കൂട്ടായ്മ നയിക്കുന്ന ഡീക്കൻ അനിൽ ലൂക്കോസിനോടും ക്ലാസ്സുകൾ നയിക്കുന്ന പ്രിയപ്പെട്ട അരുണച്ചനോടും ഈ ക്ലാസ്സുകളിൽ പങ്കുചേരുന്ന മറ്റെല്ലാ സഹോദരി സഹോദരങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ 61-ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രവാചക ശബ്ദത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളുടെ പഠന പരമ്പരയിലാണ് നമ്മൾ. ഒരു ആദ്യത്തെ ഡോക്യുമെന്റ് നമുക്ക് പരിചയമുള്ളതുപോലെ 4 പ്രധാന ഡോക്യുമെന്റുകളാണുള്ളത്. ആദ്യത്തെ 4 ഡോക്യുമെന്റുകളാണ് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണവ. എന്നാൽ അതിനകത്ത് 2 എണ്ണം, ഒന്നാമത്തേത് 2ഉം ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിന് കൃത്യമായ മലയാള പരിഭാഷകളില്ല. പരിഭാഷ അത്ര ഉചിതമായിരിക്കില്ല. എങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ചോദ്യം ചെയ്യപ്പെടാതെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ട കാറ്റഗറിയിലുള്ളതാണ് ഈ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. അവ സഭയുടെ ഔദ്യോഗികമായ പ്രബോധനമാണ്. സഭ തന്റെ പ്രബോധനത്തിന്റെ പരമാധികാരത്തിൽ നിന്ന് നമുക്ക് സ്നേഹത്തോടെ പങ്കുവെച്ച് തരുന്നതാണ് അതുകൊണ്ടാണ് അതിനെ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ 2ാമത്തെ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ദൈവവർബം. ദൈവവർബം എന്നാൽ ദൈവവചനം എന്നാണ് അതിന്റെ അർത്ഥം.
ദൈവത്തിന്റെ വചനമെന്നോ ദൈവം അങ്ങനെ അതിനെ അങ്ങനെ വേർതിരിക്കേണ്ട ആവശ്യമില്ല. ദൈവവചനം കുറച്ചുകൂടെ കൃത്യമായി ഈ ദൈവർബം എന്ന പേരിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നത് ദൈവാവിഷ്കാരം എന്നാണ്. അതാണ് തിരുസഭയുടെ ഡോക്യുമെന്റുകളിലൊക്കെ ഒഫീഷ്യലായിട്ട് ഉപയോഗിക്കുന്ന മലയാള പരിഭാഷ അങ്ങനെയാണ്. ദൈവാവിഷ്കാരം, ദൈവാവിഷ്കരണമെന്നോ ദൈവാവിഷ്കാരമെന്നോ ദൈവ വെളിപ്പെടുത്തൽ എന്നൊക്കെ പറയാം. എന്തുകൊണ്ടാണ് ദൈവാവിഷ്കാരം എന്ന് പറയാൻ കാരണം? അതിന്റെ കാരണം ഈ ദൈവവചനം പലപ്പോഴും ആളുകൾ ധരിക്കാറുള്ളത് പോലെ ദൈവം പറഞ്ഞ കുറെ വാക്കുകളല്ല. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ആഴത്തിൽ സംസാരിക്കാനിരിക്കുകയാണ്. ദൈവം പറഞ്ഞ കുറച്ച് വാക്കുകളായിട്ടാണ് പലരും വചനത്തെ കാണുന്നത്, അല്ലെങ്കിൽ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വചനങ്ങളായിട്ടാണ് ആളുകൾ കാണുന്നത്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും വചനങ്ങൾ എന്നൊക്കെ പറയുന്നത്. ചില ഗാനങ്ങൾ പോലും വചനങ്ങൾ എന്നിൽ നിറവേറുവാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. വചനങ്ങൾ അല്ല ഒരിക്കലും. എന്ന് പറഞ്ഞാൽ ദൈവം അരുൾ ചെയ്ത കുറെ സദ്വചനങ്ങളല്ല വചനങ്ങൾ എന്ന് പ്ലൂറലായിട്ട് പോലും പറയാൻ പാടില്ലാത്തതാണ്. നമുക്ക് പിന്നീട് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാം. വചനമാണത്. വചനം എന്താണ്? ദൈവം അരുൾ ചെയ്ത കുറെ വാക്കുകളല്ല എങ്കിൽ, ദൈവം വെളിപ്പെടുത്തിയ ചില സത്യങ്ങളല്ല എങ്കിൽ പിന്നെ എന്താണ് വചനം എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. നിങ്ങളോട് ആരെങ്കിലും എന്താണ് വചനമെന്നൊന്ന് പറഞ്ഞ് എന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചു, അപ്പൊ തന്നെ ആദ്യം മറുപടിയായി പറയേണ്ടത് ആ ചോദ്യത്തിനകത്ത് പ്രശ്നമുണ്ട് എന്നാണ്. എന്താണ് വചനം എന്ന് ചോദിച്ചാൽ എന്താണ് വചനം എന്നല്ല ചോദിക്കേണ്ടത്, പകരം ആദ്യം ചോദിക്കേണ്ടത് ആരാണ് വചനം എന്നാണ്. കാരണം വചനം ഒരു വസ്തുതയല്ല, ഒരു ഫാക്റ്റ് അല്ല, ചില വചനങ്ങളല്ല, ചില വാക്കുകളല്ല, ചില സത്പ്രബോധനങ്ങൾ അല്ല. പകരം വചനം അത് ഒരു വ്യക്തിയാണ്. ആരാണ് ആ വ്യക്തി? അത് മിശിഹായാകുന്ന വ്യക്തിയാണ്. മനുഷ്യാവതാരം ചെയ്ത ഈശോയാണ് വചനം. അതുകൊണ്ടാണ് നമ്മൾ വചനങ്ങൾ എന്നൊന്നും പറയുന്നത് അത്ര ഉചിതമല്ലാതിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ് വചനം എന്ന് ചോദിക്കുന്നത് ഉചിതമല്ലാതിരിക്കുന്നത്. പകരം ചോദിക്കേണ്ടത് ആരാണ് വചനം എന്നാണ്. വചനം ഒരു വ്യക്തിയാണ്. അത് മനുഷ്യാവതാരം ചെയ്ത ദൈവിക വ്യക്തിയാണ്. ആ മനുഷ്യാവതാരം ചെയ്ത ദൈവിക വ്യക്തിയാണ് മിശിഹ. അപ്പൊ മിശിഹായാണ് വചനം. അപ്പൊ അതുകൊണ്ട് ദൈവവർബം എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ നന്നായി പരിഭാഷപ്പെടുത്താവുന്നത് മിശിഹ എന്നാണ്. മിശിഹായെയാണ് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത്. മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിന്റെ സ്വയം ആവിഷ്കാരമാകുന്ന, ദൈവത്തിന്റെ മനുഷ്യവംശത്തോടുള്ള വെളിപ്പെടുത്തലാകുന്ന മിശിഹായെയാണ് നമ്മൾ വചനം പഠിക്കുമ്പോൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഡോക്യുമെന്റിന്റെ പ്രത്യേകത, ആദ്യത്തെ ഡോക്യുമെന്റ് നമ്മൾ പഠിച്ചത് ലൂമൻ ജെൻസിയമാണ്. അത് ജനതകൾക്ക് പ്രകാശം എന്നാണ് ആ ടൈറ്റിലിന്റെ അർത്ഥമെങ്കിൽ അത് തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധനമാണ്. ആലോചിച്ച് നോക്കണം, തിരുസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുസഭ എന്ന് പറഞ്ഞാലും ഇതേ ചോദ്യം തന്നെ വരും. തിരുസഭ എന്നാൽ ഒരു സംഘടനയോ ഒരു ക്ലബോ ഒന്നും അല്ല എന്ന് നമ്മൾ പഠിച്ചു. തിരുസഭ ക്രിസ്തു ഗാത്രമാണ്, അഥവാ മിശിഹ തന്നെയാണ് തിരുസഭ. അപ്പോൾ സഭയായിരിക്കുന്ന മിശിഹായെക്കുറിച്ചാണ് ആദ്യത്തെ ഡോക്യുമെന്റ്. സഭയായിരിക്കുന്ന മിശിഹായെക്കുറിച്ചാണ്. ഇനി രണ്ടാമത്തെ ഡോക്യുമെന്റ് എന്താണ്? വചനമായി അവതാരം ചെയ്ത മിശിഹായെക്കുറിച്ചാണ്. പഠിക്കുന്നതെല്ലാം മിശിഹായെക്കുറിച്ചാണ് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈ തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ, പ്രത്യേകിച്ച് ഈ വത്തിക്കാൻ പ്രമാണ രേഖകൾ, ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പഠിക്കുമ്പം നമ്മൾ ഒരാശയം പഠിക്കാനല്ല ശ്രമിക്കുന്നത്. നമ്മളൊരു ഒരു പ്രബോധന പരമ്പര പഠിക്കാനല്ല ശ്രമിക്കുന്നത്. പകരം ആ വ്യക്തിയെ അറിയാനാണ് ശ്രമിക്കുന്നത്. ഈശോയെ കൂടുതൽ അറിയാൻ, ഈശോയെ കൂടുതൽ മനസ്സിലാക്കാൻ, മിശിഹായെ കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കാൻ, മിശിഹ ആരാണ്, എന്താണ് മിശിഹായുടെ സന്ദേശം, എങ്ങനെയാണ് മിശിഹ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ് സത്യത്തിൽ ഈ ദൈവവർബം. അതുകൊണ്ട് ദൈവവർബം എന്ന പ്രബോധന പരമ്പരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവവചന വ്യാഖ്യാനം എന്ന് നമ്മൾ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. പകരം ഈശോയെ, മിശിഹായായിരിക്കുന്ന മനുഷ്യാവതാരം ചെയ്ത ദൈവിക വ്യക്തിയെ അറിയാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അതിനകത്ത് ഒത്തിരി വിഷയങ്ങളുണ്ട്. രേഖപ്പെടുത്തപ്പെട്ട വചനം എന്താണ്? ആ വചനം ആരംഭിച്ചത് എവിടെ നിന്നാണ്? അത് എവിടം വരെ പോകുന്നതാണ്? അഭിമന്യ പിതാവ്, ശ്രമിക പിതാവ് എന്ന് പറഞ്ഞതുപോലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സംസാരിക്കുന്ന മിശിഹായെ കുറിച്ച്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഉൽപ്പത്തിയിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിലൊക്കെ സംസാരിക്കുന്നത് യഹോവയെ കുറിച്ചാണോ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണോ ഈശോയെ കുറിച്ച് സംസാരിക്കുന്നത്? ഇത് രണ്ടും ഒന്നാണോ? രണ്ടുപേരാണോ? ഇതെല്ലാം കൊടുക്കുന്ന ത്രിത്വത്തെ കുറിച്ചാണോ പറയുന്നത്? അപ്പോൾ മിശിഹായാണ് അവതാരം ചെയ്ത വചനമെങ്കിൽ പഴയ നിയമത്തിലെ വചനം എന്താണ്? ഇനി ഈ വചനം എവിടെയാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്? അതൊരു പുസ്തകത്തിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്ന കാര്യമാണോ? ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് വായിക്കാനും വ്യാഖ്യാനിക്കാനുള്ള പ്രാഗൽഭ്യം ഉണ്ടെങ്കിൽ നമുക്ക് വചനത്തെ അറിയാൻ കഴിയുമോ? സെക്റ്റുകൾക്ക് വചനം വ്യാഖ്യാനിക്കാനുള്ള അധികാരമുണ്ടോ?
ധാരാളം സെക്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ, വിഘടിത ഗ്രൂപ്പുകളുണ്ട്, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെ വചനം ഉപയോഗിക്കുന്നവരാണ്, ബൈബിൾ കൊണ്ടു നടക്കുന്നവരാണ്, ബൈബിൾ വായിക്കുന്നവരാണ്. അപ്പൊ അവർക്കൊക്കെ ബൈബിൾ വ്യാഖ്യാനിക്കാൻ കഴിയുമോ ശരിയായി? ആ വ്യാഖ്യാനങ്ങൾക്ക് എന്തെങ്കിലും അപാകതകളുണ്ടോ? വചനത്തെ എവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ടത്? ആരാണ് വചനത്തിന്റെ യഥാർത്ഥമായ പ്രബോധകർ? തുടങ്ങിയ ഒട്ടനവധി മേഖലകളിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. ഈ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ദൈവവചനം എന്ന ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ആമുഖത്തിലുള്ള ഒരു വാക്ക്, അതാണ് പറഞ്ഞ് എനിക്ക് തുടങ്ങേണ്ടത്. നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ പോകുന്നത്. അതിങ്ങനെയാണ്: തെന്ത്രോസ് സൂനകദോസിന്റെയും ഒന്നാം വത്തിക്കാൻ സൂനകദോസിന്റെയും കാൽപ്പാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് ദൈവാവിഷ്കരണത്തെയും അതിന്റെ സംപ്രേഷണത്തെയും സംബന്ധിച്ച് കലർപ്പില്ലാത്ത തത്വങ്ങൾ അവതരിപ്പിക്കാനും, അങ്ങനെ വേറെ ചില കാര്യങ്ങൾ, കലർപ്പില്ലാത്ത തത്വങ്ങൾ അവതരിപ്പിക്കാൻ ഈ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പരിശ്രമിക്കുകയാണ് എന്നാണ് ഇതിന്റെ ആമുഖത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെക്കുറിച്ചുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. എന്താണ് ദൈവവചനം? എങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കേണ്ടത്? ദൈവവചനം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണുള്ളത്? അതിനെ മനസ്സിലാക്കേണ്ടതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? ഇതറിയാതെ ഒരാൾക്കൊരിക്കലും വചനം മനസ്സിലാക്കാൻ പറ്റില്ല, ബൈബിൾ വ്യാഖ്യാനിക്കാൻ പറ്റില്ല, വചനം സ്വകാര്യമായി പോലും വായിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ച് അറിയാം. ഉദാഹരണത്തിന് മാത്തമാറ്റിക്സ് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അതിന്റെ തത്വങ്ങൾ അറിയാതെ എങ്ങനെയാണ് അത് വിനിയോഗിക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഒരു ഫിസിക്സ് പഠിക്കുന്ന ഒരാൾ ഒരു ഫണ്ടമെന്റൽ ഫിസിക്സിന്റെ പ്രിൻസിപ്പിൾസ് അറിയാതെ എങ്ങനെയാണ് അയാൾക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പൊ ഒരു ധാർമ്മിക വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ മോറൽ ലോസ് അറിയാതെ എങ്ങനെയാണ് അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നത്? ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ അറിയാതെ എങ്ങനെയാണ്? എന്ന് പറയുന്നത് പോലെ വചനം എന്താണ് എന്നും വചനം വ്യാഖ്യാനിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്നും വചനം വചനമായിരിക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ തുടങ്ങുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന തത്വങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ദേ ആർ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. അവയെ അവതരിപ്പിക്കാനാണ് ഈ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ പരിശ്രമിക്കുന്നത്. ദൈവവചനത്തിന്റെ സുദീർഘമായ ഒരു കമന്ററി കൊടുക്കാനല്ല, എന്ന് പറഞ്ഞാൽ ഓരോ വചനഭാഗവും എടുത്തിട്ട് ഇതിന്റെ അർത്ഥം ഇതാണ് എന്ന് പറയാനല്ല, പകരം അവയൊക്കെ വ്യാഖ്യാനിക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ അത് നമുക്ക് കിട്ടിയാൽ അതിന്മേൽ നമുക്ക് തിരുസഭയുടെ ദർശനം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വലിയ പരിധി വരെ തെറ്റുകൂടാതെ വചനത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒത്തിരി വിധത്തിൽ വചനപ്രഘോഷകരെ സഹായിക്കും. ഒരു കുടുംബ കൂട്ടായ്മയിൽ ഇരുന്ന് നമ്മളൊരു ബൈബിൾ ഭാഗം വായിച്ചിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ പോലും നമ്മളെ സഹായിക്കും. ഒരു വൈകുന്നേരത്തെ കുരിശുവരയ്ക്ക് കഴിഞ്ഞിട്ട് ബൈബിളൊക്കെ തുറന്നങ്ങ് വായിച്ചിട്ട് വീട്ടിലെ അപ്പൻ ഇന്ന് നമ്മളോട് ഈശോ പറഞ്ഞ ഇതൊക്കെയാണ് എന്നൊക്കെ ഒരു വീട്ടിൽ പറയുന്ന സമയത്ത് തെറ്റുകൂടാതെ ഇത് പങ്കുവെച്ചു കൊടുക്കാനൊക്കെ സഹായിക്കും. ഇങ്ങനെയുള്ള ഒത്തിരി സ്വപ്നങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു പ്യുവർലി ഒരു തിയോളജിക്കൽ ഏരിയയിലേക്കോ അല്ലെങ്കിൽ പ്യുവർലി ഒരു എക്സജറ്റിക്കൽ സൈഡിലേക്കോ പോവുക എന്നതിനേക്കാൾ വിശുദ്ധ ഗ്രന്ഥം എന്നത്തെക്കുറിച്ചും ദൈവ ആവിഷ്കരണത്തെക്കുറിച്ചും ദൈവിക വെളിപാടിനെ കുറിച്ചും വചനം എന്ന് പറയുന്ന റിയാലിറ്റിയെക്കുറിച്ചും തിരുസഭ ബോധ്യപ്പെട്ടിരിക്കുന്ന പകർന്നു തരുന്ന അടിസ്ഥാന ദർശനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഈ ഡോക്യുമെന്റിലൂടെ പ്രധാനമായും കടന്നു പോകാൻ പോകും. ഞാൻ ഒത്തിരി ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഞാനത് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഈ മേഖലയിലുള്ള വ്യക്തതയാണ് ഒരുപക്ഷെ തിരുസഭയുടെ പ്രബോധനങ്ങളെ ശുദ്ധീകരിക്കാൻ പോകുന്നത്. കാരണം സ്റ്റഡി ഓഫ് സേക്രഡ് സ്ക്രിപ്ചർ ഇസ് എ സോൾ ഓഫ് ലേണിംഗ് തിയോളജി എന്നാണ് ദൈവവും തന്നെ അതിന്റെ 24ാമത്തെ പാരാഗ്രാഫിൽ പറയുന്നത്. അതായത് ദൈവവചനത്തെക്കുറിച്ചുള്ള പഠനമാണ് ദൈവശാസ്ത്ര ഗവേഷണത്തിന്റെ അല്ലെ തിയോളജിയുടെ ആത്മാവ്. അപ്പൊ അതുകൊണ്ട് അതുകൂടാതെയുള്ള ഒന്നും അർത്ഥസമ്പുഷ്ടമാവില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. നമ്മൾ ഈ ദൈവരൂപത്തിന്റെ സോഴ്സസ്, രണ്ട് പ്രധാന സോഴ്സുകളാണ് തെന്ത്രോസ് സൂനകദോസിന്റെയും ഒന്നാം വത്തിക്കാൻ കൗൺസിലിനകത്ത് പഠിപ്പിക്കുന്ന ദെയ് ഫിലിയൂസ് എന്ന് പറയുന്ന ഡോക്യുമെന്റിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് തിരുസഭ ഇത് പഠിപ്പിക്കുന്നത്. വത്തിക്കാൻ കൗൺസിലിന്റെ ദൈവരൂപനെ കുറിച്ചുള്ള പ്രബോധനം പെട്ടെന്നൊരു ദിവസം ഉണ്ടാക്കിയ കണ്ടെത്തലുകളല്ല, പകരം ആദിമ സഭ മുതൽ വചനത്തെക്കുറിച്ച് ഗ്രഹിച്ചിരുന്ന ദൈവിക രഹസ്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ അറിയേണ്ടതുണ്ട്. അത് വചനത്തെ കൃത്യമായി വ്യാഖ്യാനിക്കാൻ ഒരു സ്വകാര്യമായി ഇരുന്ന് വചനം വായിക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണല്ലോ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ഒരു വചനത്തിന്റെ വ്യാഖ്യാനം കേൾക്കുമ്പോൾ അയ്യോ അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാൻ പാടില്ലല്ലോ എന്ന് നമുക്ക് തന്നെ ഒരു ആന്തരിക ബോധ്യമുണ്ടാകാൻ ഒക്കെ നമ്മളെ ഇത് സഹായിക്കും. അത് നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തും, ഈശോയോടുള്ള ബന്ധത്തെ നമ്മളെ ഉറപ്പിക്കും, ഒത്തിരി ആധ്യാത്മിക കൃപകൾ നമുക്ക് തരും, നമ്മളെ വചനപ്രഘോഷണത്തിന്റെ കൂട്ടുവേലക്കാരായി ഉയർത്തും. അഭിനന്ദ പിതാക്കന്മാരാണല്ലോ വചനപ്രഘോഷണത്തിന്റെ യഥാർത്ഥ ശുശ്രൂഷകർ. അവരോട് കൂട്ടുചേർന്ന് നിൽക്കുന്ന വൈദികരോട് ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് തിരുസഭയുടെ വചനം പങ്കുവെക്കലിന്റെ ട്രാൻസ്മിഷൻ ഓഫ് റെവലേഷൻ അതിന്റെ പങ്കാളികളാകാൻ ഒക്കെ നമ്മളെ സഹായിക്കും.
അപ്പം അങ്ങനെ വളരെ വലിയൊരു ദൗത്യത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു കാര്യം, എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം, ഒരുപക്ഷെ അത് പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളുടെ ഏറ്റവും സാധ്യത കുറഞ്ഞ ഒരാളായിരിക്കും ഞാനൊരു ബൈബിൾ പണ്ഡിതനൊന്നുമല്ല. എനിക്ക് ആ കൂടിയുള്ളത് തിരുസഭയോട് ഇച്ചിരി സ്നേഹവും ഇതൊക്കെ പഠിക്കണമെന്നുള്ള ആഗ്രഹവും മാത്രമാണ്. നമ്മുടെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നുള്ള ധൈര്യമാണ് എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയൊക്കെ ഒരുപോലെ പഠിപ്പിക്കാനും ദൈവിക രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും ദൈവവചനത്തിന്റെ ഉള്ളിലേക്ക് നമ്മളെ നയിക്കാനും ഒക്കെ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. നമ്മൾ ഇപ്പോൾ ഒത്തിരി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് 1000 മുകളിൽ ആൾക്കാരുണ്ടാവുമെന്ന് എനിക്കറിയാം. പല ജീവിത സാഹചര്യങ്ങളുള്ള ആളുകൾ ഉണ്ട്. 650, 660, 70 ആളുകൾ ഡിവൈസുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് 1000-ന് മീതെ ആളുകളുണ്ടെന്ന് ഉറപ്പാണ്. അത്രയും ആളുകളുടെ കൂട്ടായ്മയിലാണ് ഈ വചനത്തെക്കുറിച്ചുള്ള പ്രബോധനം പങ്കുവയ്ക്കപ്പെടുന്നത്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് നിരന്തരം ലഭിക്കുന്നത് വചനത്തിന്റെ വ്യാഖ്യാനങ്ങളാണ്. വചന വ്യാഖ്യാനങ്ങളാണ്. നമ്മളൊരു ധ്യാനത്തിന് ചെന്നാലും ബൈബിൾ പഠിക്കാനായിട്ട് ആഗ്രഹിച്ച് ചെല്ലുന്നവർക്കൊക്കെ കിട്ടുന്നത് എന്താണ്? വചനമാണ് കിട്ടുന്നത്, വചനത്തിന്റെ വ്യാഖ്യാനമാണ് കിട്ടുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് വചനം എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടണം എന്ന പഠനമാണ്, വചനത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതാണല്ലോ ആദ്യത്തെ സ്റ്റെപ്പ്. വചനത്തെക്കുറിച്ച് പഠിച്ചാലാണ് വചനം പഠിക്കാൻ പറ്റുള്ളൂ. വചനത്തെക്കുറിച്ച് പഠിച്ചാലാണ് വചനം വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. വചനം വ്യാഖ്യാനിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിച്ചാലേ നമുക്ക് വചനം വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്നത് ഈ അടിത്തറയുടെ അഭാവമാണ്. വചനം എന്താണെന്ന് പഠിക്കാതെ, വചനം എവിടെയാണുള്ളതെന്ന് പഠിക്കാതെ, വചനത്തിന്റെ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പഠിക്കാതെ നമ്മൾ ബൈബിൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളെ ഒത്തിരി കഷ്ടപ്പെടുത്തും. അത് വചനത്തെ തന്നെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ ഒത്തിരി കാരണമായി തീരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് വചനം എന്താണ് എന്നറിയാനുള്ള ശ്രമമാണ്. വചനം എന്താണ്? സഭയുടെ വചനം എന്താണ്? നമുക്ക് കൈമാറി കിട്ടിയിരിക്കുന്ന വചനം എന്താണ്? അതൊരു ബൈബിൾ മാത്രമാണോ എന്ന് പഠിക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ശ്രമം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒത്തിരി വളരെ പ്രധാനപ്പെട്ട ചില ടൂളുകൾ കൂടെ മാത്രം പറഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ്സിന്റെ ഈ ടോക്ക് അവസാനിക്കും. അത് ഒന്നാമത്തേത് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ പഠന സോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവവെറും എന്ന ഡോക്യുമെന്റ് തന്നെയാണ്. വളരെ ചെറിയ 24 പാരഗ്രാഫുകൾ മാത്രമുള്ള ചെറിയൊരു ഡോക്യുമെന്റ്. ഞാൻ അത്ഭുതത്തോടെ വിചാരിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര ചെറുതായി പോയത്. പക്ഷേ അത് പഠിച്ചവരും നമുക്ക് മനസ്സിലാകും അത് വളരെ ബൃഹത്താണ്. വലിയ പണ്ഡിതരുടെ ഇടപെടലുകൾ അതിനകത്തുണ്ട്. അവര് ക്രോഡീകരിച്ച സഭയുടെ അനാദി മുതലുള്ള പ്രബോധനങ്ങൾ, വചനത്തിന്റെ അന്തസത്ത അതിനകത്ത് ഇങ്ങനെ സംക്ഷിപ്തമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പഠനത്തിന്റെ ഒന്നാമത്തെ പില്ലർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സോഴ്സ് അത് ദൈവവെറും തന്നെയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സാധിക്കുമെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ, നിങ്ങൾക്ക് പരിചയമുള്ള ഏതൊരു ഭാഷയിലും അതൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കാം. ലാറ്റിൻ അറിയാവുന്നവർ ആ ഭാഷയിൽ വായിക്കാൻ ശ്രമിക്കണം, ഇറ്റാലിയൻ അറിയാവുന്നവർ ആ ഭാഷയിൽ വായിക്കാൻ ശ്രമിക്കണം. ഇതൊന്നും അറിയാൻ പാടില്ല, ഇംഗ്ലീഷിലോ മലയാളത്തിലൊക്കെ വായിക്കാനായിട്ട് ശ്രമിക്കണം. അത് ആ വായനയിൽ നിന്ന് നമ്മൾ പിന്നീട് കേട്ടു തുടങ്ങുമ്പോൾ നമ്മളെ ഒത്തിരി അത് സഹായിക്കും. രണ്ടാമത്തേത് നമ്മൾ CCCയുടെ 50-ാമത്തെ പാരഗ്രാഫ് മുതൽ ആ സെക്ഷൻ അവസാനിക്കുന്നത് വരെ ഉള്ള ഭാഗങ്ങൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കണം. 50-ാമത്തെ അധ്യായം മുതൽ. 50-ാമത്തെ അധ്യായം വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും 50 അല്ല വായിച്ചു തുടങ്ങേണ്ടത്, അതിനു മുൻപേ അതിന്റെ ആമുഖം വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് വലിയ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ 50 മുതൽ വായിച്ചു തുടങ്ങും. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒന്നാം വത്തിക്കാൻ കൗൺസിലിന്റെയോ തെന്ത്രോസ് സുനോദോസിന്റെയോ ഡോക്യുമെന്റുകൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അത് വായിക്കാം. ഇനി പ്രധാനമായും നമുക്ക് വായിക്കാൻ കൊള്ളാവുന്ന ഒരു മെറ്റീരിയൽ ഉള്ളത് അത് പരിശുദ്ധ പിതാവ് ജോസഫ് റാറ്റ്സിംഗർ പാപ്പായുടെ റൈറ്റിംഗ്സ് ആണ്. ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഓഫീസ് സ്ക്രിപ്ചർ എന്ന് തുടങ്ങുന്ന പുസ്തകങ്ങളുണ്ട്. ദൈവവചനത്തെക്കുറിച്ചുള്ള ദൈവവെറുമിന്റെ തന്നെ വ്യാഖ്യാനങ്ങളുണ്ട്, അവൈലബിൾ ആണത് നെറ്റിലൊക്കെ. അപ്പൊ അങ്ങനത്തെ കിട്ടുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നവർക്ക് അത് വായിക്കാം. പിന്നെ മറ്റ് സോഴ്സുകളെ കുറിച്ചൊക്കെ ഞാൻ അതാത് സമയങ്ങളിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. പക്ഷെ എപ്പോഴും ഒരു തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്നതിന്റെ അപ്പുറത്ത് പരിശുദ്ധ സഭയിൽ നിന്നുകൊണ്ട് ദൈവവചനത്തെ സ്നേഹിച്ച് ആധ്യാത്മിക ഉത്കർഷത്തിനായി ഒരു ആത്മീയ പ്രവൃത്തിയായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളെ വിശുദ്ധീകരിക്കാനുള്ള, നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്ന, നമ്മളെ കൂടുതൽ ദൈവവചനത്തോട് ചേർത്ത് നിർത്തുന്ന, കൊതിയോടെ വചനമൊക്കെ വായിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ആത്മീയ പ്രവൃത്തിയായിട്ടാണ് ഈ ഒരു കോഴ്സ് കടന്നു പോകേണ്ടതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണാനായിട്ടൊക്കെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പ്യൂർലി ഒരു അക്കാഡമിക് തിയോളജി അല്ല, എന്നാൽ അതിന്റെ അംശങ്ങൾ എല്ലാത്തിനകത്തും ഉണ്ടാകും. എന്നാൽ അതിന്റെ അപ്പുറത്ത് ദൈവവചനത്തെ ആഴത്തിൽ അറിയാൻ, മിശിഹായെ കൂടുതൽ അറിയാനൊക്കെ കഴിയുന്ന വളരെ പ്രായോഗികമായ ഒത്തിരി വിഷയങ്ങളെ സംസാരിക്കുന്ന ഒരു സെഷൻസ് ആണ് നമുക്ക് ആരംഭിക്കാനുള്ളത്. അടുത്ത ക്ലാസ് മുതൽ നമ്മൾ അതിലേക്ക് പ്രവേശിക്കും. ഇന്ന് ഒരു ചെറിയ ആമുഖം പറഞ്ഞ് നമ്മളോട് സംസാരിച്ച അഭ്യുന്ന പിതാക്കന്മാരുടെ വാക്കുകളാണല്ലോ
ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതലായിട്ടൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം അവർ സംസാരിക്കുന്നത് അത് പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയിട്ടുള്ള അതോറിറ്റിയിൽ നിന്നാണ്. സഭയുടെ വചനത്തിന്റെ ശുശ്രൂഷകരാകാനും അതിന്റെ കസ്റ്റോഡിയൻസ് ആയിരിക്കാനും എന്നിട്ട് അതിനെ ശുശ്രൂഷ ചെയ്യാനും അതിന്റെ സംരക്ഷകരും കാര്യവിചാരിപ്പുകാരും കൈമാറ്റക്കാരുമായിരിക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് പൗരോഹിത്യത്തിന്റെ പൂർണ്ണത കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട അവരുടെ വാക്കുകൾ അതിന്റെ ഭാഷയുടെയും അതിന്റെ പെരിഫറയിലെയും ഒക്കെ അപ്പുറത്ത് അത് പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രബോധനത്തിന്റെ ഏരിയയാണ്. അത് അഭിവന്ദ്യ പിതാക്കന്മാരെയാണ് നമ്മൾ കേൾക്കേണ്ടത്. ശരിക്കും ഞങ്ങളെ എന്നതിനേക്കാളും കേൾക്കേണ്ടത് അവരെയാണ്. അപ്പൊ അവരുടെ സാന്നിധ്യം നമ്മളെ ഭയങ്കരമായി അനുഗ്രഹിക്കുന്നതാണ് എന്ന് ഞാൻ എളിമയോടുകൂടെ സന്തോഷത്തോടു കൂടെ ഓർക്കുകയാണ്. 2 അഭിവന്ദ്യ പിതാക്കന്മാർ സഭയുടെ പിതാക്കന്മാരുടെ കൂട്ടായ്മയുടെ ഒരു പങ്കാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. അത് നമുക്ക് ലഭിച്ചു. അങ്ങനെ അവരുടെ ആശീർവാദത്തോടെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കുചേരാം. തിരുസഭയുടെ പ്രബോധനത്തിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ഇതിനകത്ത് പീറ്റർ പിതാവ് ഓർമ്മിപ്പിച്ചതുപോലെ അതാരും ആരുടേതുമല്ല, നമ്മുടേതൊന്നുമല്ല. പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്ന എൻ്റെ അല്ല, മറ്റാരുടെയുമല്ല, തിരുസഭയുടേതാണ്. തിരുസഭയുടെ വചനത്തെ എളിമയോടെ ചെന്ന് ഇങ്ങനെ അല്പം തുറന്നു നോക്കി വായിക്കാനൊക്കെയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആ കൂട്ടായ്മയിൽ നമ്മൾ എല്ലാവരും ഉണ്ടാവട്ടെ. കർത്താവ് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശക്തമായ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സംസാരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. വചനം കഴിയുന്നത്തോളം സമയം കണ്ടെത്തി ഇതിനകത്ത് പങ്കുചേരാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിന് വലിയ പരിവർത്തനം ഉണ്ടാകും. വചനത്തോട് വലിയ ആഭിമുഖ്യമൊക്കെ ഉണ്ടാകുന്നത് ഇടവരും. നമുക്ക് പരിശുദ്ധാത്മാവ് ഒരുക്കി തരുന്ന ഈ അവസരത്തെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. പ്രവാശബ്ദത്തിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. വളരെ ഈ ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ചെറിയ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചോദിക്കാം. ഞാൻ പലപ്പോഴും പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനിരിക്കുന്നു എന്നായിരിക്കും പറയാൻ പോകുന്നത്. എന്നാൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നോ എന്ത് സ്വപ്നം കാണുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു അല്പസമയം നമുക്ക് ചെലവഴിക്കാം. ഞാനൊരു സാക്ഷ്യം പറയാൻ വിചാരിച്ചിട്ടാണ്. അത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. ഞാൻ ചെന്നൈയിലായിരിക്കുമ്പോഴാണ് ഞാൻ ഈ 2ാം വത്തിക്കാൻ കൗൺസിലിന്റെ പഠന പരമ്പരയിൽ ഞാൻ ജോയിൻ ചെയ്യണേ. അതിനുശേഷം എനിക്കൊരു അസുഖം വന്നു. എൻ്റെ ഒരു സൈഡ് മുഴുവൻ ഒരു വിധം പാരലൈസ്ഡ് പോലെയായി. ഫ്രോസൺ ഷോൾഡർ ആയിട്ട് തുടങ്ങി. പിന്നീട് എനിക്ക് ഒട്ടും ഇങ്ങനെ ഇരിക്കാനോ തല തിരിക്കാനോ വിരലുകൾ വെച്ച് എഴുതാനൊന്നും പറ്റത്തില്ലായിരുന്നു. എനിക്ക് ഏറ്റവും സങ്കടം ഈ ക്ലാസ്സിൽ ഇരിക്കാൻ വയ്യ. ലൈവ് ആയിട്ട് എനിക്ക് ഒത്തിരി അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അച്ഛൻ്റെ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ മുഴുവൻ ഞാൻ കിടന്ന് കേൾക്കാൻ തുടങ്ങി. എനിക്കറിയില്ല, അതൊരു വലിയ സഭയോടുള്ള ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കത്തി ജ്വലിക്കുന്ന ഒരു അനുഭവം എനിക്കിങ്ങനെ വല്ലാണ്ട് ഓരോ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനമായി, സഭയോട് ഒരു സ്നേഹമായി. പ്രത്യേകിച്ച് കുമ്പസാരത്തിന്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ 2-3 പ്രയർ ഗ്രൂപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു യൂത്തിന്റെ. ഞാൻ അവരെയൊക്കെ ഈ ക്ലാസ്സിൽ കയറ്റാറുണ്ടായിരുന്നു. പിന്നീട് കുഞ്ഞുങ്ങളോട് ഞാൻ കിടന്നുകൊണ്ട് അവരെന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ ഇത് തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, കുമ്പസാരത്തെക്കുറിച്ചും. ശരിക്കും നല്ല ആഴത്തിൽ, എനിക്ക് തോന്നുന്നു ഇത്രയും നാളുകൾക്ക് ശേഷം ആഴത്തിൽ കുമ്പസാരിക്കാനായിട്ട് സാധിച്ചു. പിന്നീട് വലിയൊരു സൗഖ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നു. എനിക്ക് തോന്നുന്നു ആ അത്രയും ക്ലാസ്സുകൾ ഞാൻ എഴുതിയെടുത്തു. അതിനുശേഷം എനിക്ക് കൈ എൻ്റെ വളരെ സുഖപ്പെട്ടു, ഞാൻ എഴുതിയെടുത്തു. അതുകൊണ്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ്. അത്രയേറെ അഭിഷേകമായിരുന്നു ഈ ക്ലാസ്. ഒത്തിരി നന്ദി അച്ഛാ. പരിശുദ്ധാത്മാവ് നയിക്കുന്നതാണ്. ഞാൻ അച്ഛനെ ഡൽഹിയിൽ വന്നപ്പോൾ ഞാൻ കാറ്റീസം ടീച്ചറായിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ട് സംസാരിച്ചു. പക്ഷെ അച്ഛന്റെ തിരക്കുകളിടെ സമയം കളയണ്ടെന്ന് വെച്ചാൽ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ അച്ഛനെ വന്ന് കണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വരാനും കൂടെ എനിക്ക് സാധിച്ചു. ഞാൻ ഇന്ന് കാറ്റീസം പഠിപ്പിക്കുന്നു, യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു. അവരെയൊക്കെ ഞാൻ ഇതിലേക്ക് ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര് കത്തിപ്പിടിക്കട്ടെ. സഭയ്ക്ക് ഒരുപാട് വലിയ വിശ്വാസം, എന്താ പറയുക, നല്ല രക്തസാക്ഷികളായിട്ട്, അതായത് ഇന്ന് ജീവിക്കുന്ന മരണത്തെക്കാൾ ഉപരി ജീവിക്കുന്ന രക്തസാക്ഷികൾ ആവശ്യമാണ്. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അച്ഛാ. ഗുഡ് ഈവനിങ് ഫാദർ. ഈ ദൈവം ബെനഡിക്ട് പിതാവിന്റെ ബെർബും തോമിനെയും പരസ്പരം എങ്ങനെ ബന്ധപ്പെടുന്നത്? സെയിം ആണോ? സെയിം അല്ല. നമ്മൾ തുടർന്ന് പഠിച്ചു വരുന്ന സമയത്ത് ചില ഡോക്യുമെന്റുകളെ കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങും. ഇത് വത്തിക്കാൻ കൗൺസിലിന്റെ ദൈവവചനത്തെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ അതേസമയം തന്നെ തിരുസഭ കാലാകാലങ്ങളിൽ ദൈവവചനത്തെക്കുറിച്ചുള്ള ചാക്രിക ലേഖനങ്ങൾ, മറ്റ് ഡിഗ്രികൾ, ഡോക്യുമെന്റുകൾ, മെസ്സേജുകൾ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിബ്ലിക്കൽ കമ്മീഷന്റെ, അതുപോലെ CDFന്റെ, കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്തിന്റെ ഒക്കെ ഡോക്യുമെന്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ എല്ലാത്തിലൂടെയും പോകുകയില്ല. പക്ഷെ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് സഭയുടെ ഔദ്യോഗിക പ്രബോധനം, ഈ ദൈവവിശ്വാസ
ദൈവവചനത്തെക്കുറിച്ചുള്ള സഭയുടെ അതിന് മനസ്സിലാക്കാനുള്ള പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള സഭയുടെ ഔദ്യോഗികമായ പ്രബോധനത്തെക്കുറിച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ആ കാര്യങ്ങളെയൊക്കെ പരിഗണിക്കുകയും കൂടെ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഈ ചോദ്യം നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. അപ്പം ഓഡിയോ ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഞാനിപ്പോ ചോദ്യം വായിക്കാം. 1930 എന്നെ ഒരു സിറിയൻ മാർത്തോമ പള്ളിയിൽ മാമോദിസ മുക്കി. 1958 സിറിയൻ കത്തോലിക്ക വിവാഹം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും മലങ്കര സിറിയൻ പള്ളിയിൽ മാമോദിസ തന്നു. എന്റെ സംശയം 2 പ്രാവശ്യം മായാത്ത മുദ്ര പതിപ്പിക്കാമോ എന്നതാണ്. മാമോദിസ മായാത്ത മുദ്ര പതിപ്പിക്കും എന്ന അരുണാചല ക്ലാസ്സുകൾ കേട്ടിരുന്നു. ഇതേ തുടർന്നാണ് സംശയം ഉണ്ടായിരുന്നത്. നമ്മുടെ വിഷയം കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുമെന്ന് എനിക്കറിയാം. കുഴപ്പമില്ല, വന്നോട്ടെ. ഈ ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന പരിശുദ്ധ മാമോദിസ, അതിനെക്കുറിച്ചുള്ള കത്തോലിക്ക സഭയുടെ ഒരു ബോധ്യം ഇതാണ്. അതായത് മാമോദിസ ത്രിത്വത്തിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന മാമോദിസകളെല്ലാം മാമോദിസയായി തന്നെ വാലിഡാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ മാമോദിസ സ്വീകരിച്ച ഒരാൾ പിന്നീട് മറ്റൊരു ഡിനോമിനേഷനിലേക്ക് മാറുന്ന സമയത്ത് അവിടെ മാമോദിസ കൊടുക്കേണ്ട കാര്യം ശരിക്കും ഇല്ലാത്തതാണ്. ഇനി അങ്ങനെ മാമോദിസ സ്വീകരിച്ച ഒരാൾ ഏതെങ്കിലും ഈ പറഞ്ഞതുപോലത്തെ ഒരു ഡിനോമിനേഷനിൽ മാമോദിസ സ്വീകരിച്ച ഒരാൾ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വരുവാണെങ്കിൽ ബാപ്റ്റിസം അല്ല സ്വീകരിക്കുന്നത്, പകരം കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. കത്തോലിക്ക വിശ്വാസം ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അത് സാക്ഷികളുടെ മുമ്പാകെ വൈദികന്റെ അടുത്ത് വിശ്വാസ പ്രമാണത്തിനകത്തുള്ള ആർട്ടിക്കിൾസ് ഓഫ് ഫെയ്ത്ത് അത് പ്രഖ്യാപിച്ചാൽ മാത്രം മതി. അപ്പൊ അതുകൊണ്ട് രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ആദ്യത്തേത് മാമോദിസ കൊടുത്തിരുന്നോ ഇല്ലയോ എന്ന് അറിയാതെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അത് കണ്ടീഷണൽ ബാപ്റ്റിസം എന്ന് വിളിക്കും അതിനെ. എന്ന് പറഞ്ഞാൽ മുമ്പ് കൊടുത്തിട്ടില്ല എന്ന് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഒരു അനാഥ ശിശുവിനെ കിട്ടിയത്, അപ്പോൾ ആ കുഞ്ഞിന് മാമോദിസ കൊടുത്തിട്ടുണ്ടോന്നില്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ആ സമയം നമ്മൾ കണ്ടീഷണൽ മാമോദിസ കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ മാമോദിസ കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോഴത്തെ മാമോദിസ വാലിഡ് ആയിരിക്കും, കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ മാമോദിസ വാലിഡ് ആയിരിക്കും, ഇപ്പോഴത്തെ മാമോദിസ നടക്കുന്നില്ല. അതുകൊണ്ട് അതാണ് ഇതിനെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി 2 അകത്തോലിക്ക ഡിനോമിനേഷൻസിനകത്തെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് 2-നകത്തും മാമോദിസയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുടെ പ്രശ്നങ്ങളുണ്ട്. അത് മാമോദിസ കൊടുക്കുന്നത് ക്രിസ്തു സ്ഥാപിച്ച ക്രിസ്തു ശരീരമാകുന്ന തിരുസഭയിലേക്ക് ഒട്ടിച്ചേരാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടത്. പൊതുവായിട്ട് ഇപ്പൊ അത് പറയേണ്ട വിഷയമില്ലാത്തത് കൊണ്ട് ഈ കാര്യം മാത്രം ഓർത്താൽ മതി. സ്വീകരിച്ച ആദ്യത്തെ മാമോദിസ അത് എന്നേക്കുമുള്ള വാലിഡ് ആയിട്ടുള്ള ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിച്ച കൂദാശയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത് വീണ്ടും സ്വീകരിക്കുന്ന രണ്ടാമത്തെ കൂദാശയ്ക്ക് പ്രസക്തിയൊന്നും ഉണ്ടാവത്തില്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരെയും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് പരസ്പരം ബഹുമാനിക്കാമോ? അതുപോലെ തന്നെ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്നാണോ, അതെയോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാണോ അതിന്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ? 2 രീതിയിലും ഉപയോഗിക്കാം. അത് ഞാൻ രണ്ടും കേട്ടിട്ടുണ്ട്. ശരിയായിട്ടുള്ളത് നമ്മൾ ശരിക്കും പറയേണ്ടത് ഈശോ മിശിഹായ്ക്ക്, മിശിഹായായിരിക്കുന്ന ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാണ്. ഇത് ചില സമയത്തൊക്കെ ആളുകൾ ഇപ്പൊ ഉദാഹരണത്തിന് വിശുദ്ധ കുർബാന മധ്യേ നമുക്ക് സമാധാനം നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുമെന്ന് പറയുമ്പോൾ ആളുകൾ അങ്ങോട്ട് കൊടുത്തിരുന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ചൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അത് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ഈശോയ്ക്ക് സ്തുതി അല്ലുകയല്ല ചെയ്യുന്നത്, പകരം സമാധാനം അങ്ങയോടുകൂടെ എന്ന് ആശംസിക്കുകയാണ് ചെയ്യുന്നത്. അത് സമാധാനം എന്ന് പറയുന്നത് മിശിഹായാണ്, ഉത്ഥാനം ചെയ്ത മിശിഹായാണ് സമാധാനം. അതുകൊണ്ട് ഉദ്ധിതനായ മിശിഹ നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് അവിടുത്തെ ആശംസ. ഇനി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നതിന്റെ ഉള്ളർത്ഥം എന്താണ്? ഉള്ളർത്ഥം ഇതാണ്: ഒരു വ്യക്തി, ഞാൻ ഒരാളോട് ഇപ്പം വികാരിച്ചനെ കാണുമ്പോൾ വികാരിച്ചന് സ്തുതിയായിരിക്കട്ടെ എന്നല്ല പറയുന്നത്, പകരം വികാരിച്ചനോട് പറയാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് അതിപുരാതന കാലഘട്ടം മുതൽ വൈദികരെ കണ്ടുമുട്ടുമ്പോൾ നടത്തിയിരുന്ന ഗ്രീറ്റിംഗ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്? ഈ മിശിഹ, നമ്മൾ ആദ്യത്തെ ചില ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ വിചാരം. ഈശോ മിശിഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മിശിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ്. അഭിഷിക്തനായ ഈശോ എന്നാണ് ഈശോ മിശിഹ എന്ന് പറഞ്ഞ അർത്ഥം. എന്ത് അഭിഷേകമാണത്? അത് നിത്യപൗരോഹിത്യത്തിന്റെ അഭിഷേകമാണ്. അപ്പൊ നിത്യപൗരോഹിത്യത്തിന്റെ അഭിഷേകം സ്വീകരിച്ചിരിക്കുന്ന, മിശിഹായുടെ അതേ പൗരോഹിത്യത്തിന്റെ അഭിഷേകം സ്വീകരിച്ചിരിക്കുന്ന അങ്ങയിൽ ആ മിശിഹായുടെ പൗരോഹിത്യ അഭിഷേകത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ എന്നാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന ആശംസ കൊണ്ട് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ അർത്ഥത്തിൽ അത് പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന ആളുകളോട് പറയുന്നതാണ്.
നിർഭാഗ്യവശാൽ പിന്നീട് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അച്ഛന്മാർ ആളുകളെ കാണുമ്പം ഈശോ മിശിഹായ്ക്ക് അപ്പൊ ആളുകൾ ആ സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥയിലേക്കായി. നമ്മൾ അവരെ കാണുമ്പം ആദ്യം തന്നെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുകയും അവര് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് മറുപടി പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ രീതി. അതുകൊണ്ട് പറയാതിരിക്കുമ്പോഴാണ് അച്ഛന്മാർ ഇങ്ങോട്ട് പറയുന്ന ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ അത് ഒന്നാമത് പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഒരു അച്ഛനെ കാണുമ്പോൾ അച്ഛ അങ്ങയിൽ ക്രിസ്തുവിന്റെ പൗരോഹിത്യം നിലനിൽക്കുന്നു, അതുകൊണ്ട് ആ നിത്യപുരോഹിതൻ അങ്ങിൽ വസിക്കുന്ന ആ നിത്യപുരോഹിതന് സ്തുതി ഉണ്ടായിരിക്കട്ടെ അങ്ങയുടെ ജീവിതത്തിൽ എന്ന് സത്യം പറഞ്ഞാൽ അച്ഛന്മാർക്ക് കൊടുക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണത്. ചുമ്മാ ഇങ്ങനെയും നടക്കരുത്, ഈശോയുടെ പൗരോഹിത്യവുമായിട്ട് സംഭവിച്ചിട്ടാണ് അച്ഛൻ വരുന്നത് എന്ന് അച്ഛനൊന്ന് ഓർക്കണമേ എന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന ആശംസയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രചോദനാത്മകത. ഇനി രണ്ടാമത്, ഈ നിത്യപൗരോഹിത്യത്തിന് തന്നെ മറ്റൊരു സ്വഭാവത്തിലുള്ള എസെൻഷ്യലി ഡിഫറെന്റ് ആയിട്ടുള്ള, നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പൊതു പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നവരാണ് നമ്മളൊക്കെ. മിശിഹായുടെ പൊതു പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നവർ മാമോദിസയെ. അതിനാൽ തന്നെ മിശിഹ നമ്മിലും വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 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 മാമോസ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് മറ്റൊരു മാമോസ സ്വീകരിച്ച വ്യക്തിയോട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ചൊല്ലുന്നത് ഉചിതമാണ്. ഒരു വീട്ടിലെ വൈകുന്നേരത്തെ കുർബാന കഴിയുമ്പം, പ്രാർത്ഥന കഴിയുമ്പം നമുക്ക് പരസ്പരം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ചെല്ലാവുന്നതാണ്. ഇനി അതിനകത്ത് ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കാറുള്ളത്, ഒരു അപ്പന്റെ അവകാശം, അപ്പൻ ഇങ്ങനെ ഇരിക്കും, മക്കളൊക്കെ വന്ന് സ്തുതി ചെല്ലണം എന്ന് നമ്മൾ കരുതും. പക്ഷെ പരസ്പരമാണ് സ്തുതി ചെല്ലേണ്ടത്. ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള മാമോദിസ പൗരോഹിത്യം, നമ്മൾ മുൻ ക്ലാസ്സുകൾ അതിനെക്കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ആ മാമോദിസ പൗരോഹിത്യം സ്വീകരിച്ച് മിശിഹായുടെ പൊതു പൗരോഹിത്യത്തിന്റെ പങ്കാളികളായിരിക്കുന്ന ആളുകളിൽ വസിക്കുന്ന മിശിഹായെ, മാമോദിസയിലും സൈലവനത്തിലും ഒക്കെ കൂദാശകളിലൂടെ വസിക്കുന്ന ത്രിത്വിക ദൈവത്തെ, മിശിഹായെ ഒക്കെ ഓർത്തുകൊണ്ട് ആ മിശിഹായ്ക്ക് സ്തുതി അർപ്പിക്കുന്നതാണ്. അത് വലിയ ശക്തിയുള്ള ഒരു ഗ്രീറ്റിംഗ് ആണ്. ഒത്തിരി കലഹങ്ങളെയൊക്കെ ഒഴിവാക്കുന്ന, വ്യക്തിബന്ധത്തെയൊക്കെ വിശുദ്ധീകരിക്കുന്ന ഒരു ആശംസയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് ചെയ്യണം. പരസ്പരം കാണുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് വൈദികരെ കാണുമ്പോൾ അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചെന്നിട്ട് സ്തുതി ചെല്ലുന്നത് നല്ലതാണ്. വൈദികരെയും ഡീക്കന്മാരെയൊക്കെ കാണുമ്പം നമ്മൾ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, അച്ഛാ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് ഇങ്ങോട്ട് പറയൂ എന്ന് നമ്മളാണ് അങ്ങോട്ട് ആവശ്യപ്പെടേണ്ടത്. അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ അച്ഛൻ പറഞ്ഞ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് വളരെ അർത്ഥവത്തോടെ പറയാൻ സാധിക്കുന്നു. പിന്നെ ഞാൻ പറയാൻ പറ്റുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒത്തിരി പേര് ഈ വചനഭാഗം വായിച്ച് മനസ്സിലാക്കാനും ഈ വത്തിക്കാൻ കൗൺസിൽ അച്ഛനെടുക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യാനും വളരെ ജാഗ്രതയോടെ, വളരെ ദാഹത്തോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് മലയാള ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ലോ എന്നോർത്ത് വളരെ പേര് വിഷമിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ സിസ്റ്റേഴ്സിനും വേറെ ഭാഷയിലുള്ള സിസ്റ്റേഴ്സിന്റെ ഉദ്ദേശിച്ച് ഞാൻ സംസാരിക്കുകയാണ്. ഞാനൊരു മലയാളിയാണ്, പക്ഷെ എനിക്കതൊരു ഭാഗ്യമാണ്. പക്ഷെ ആ ഭാഗ്യം മറ്റുള്ളവർക്കും കൂടെ എന്ന് പങ്കുചേരാൻ സാധിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതൊരു ഫ്യൂച്ചർ പ്രോഗ്രാമിലേക്ക് ഇത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുവാൻ സാധിക്കുമോ, അച്ഛനത് കൊടുക്കാൻ സാധിച്ചെങ്കിൽ എത്രയോ നന്നായിരുന്നു. എന്താന്ന് വെച്ചാൽ, വളരെ വിലയേറിയ ഈ ക്ലാസ്സുകൾ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമായെങ്കിൽ എത്രയോ നന്നായിരുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ വേറെ ഭാഷയിൽ കൂടെ അത് വിവർത്തനം ചെയ്യാം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എല്ലാവർക്കും തന്നെ അത് നാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുമല്ലോ. ഇത് കുറച്ച് ഈ മലയാള ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അച്ഛൻ്റെ വളരെ വിജ്ഞാപന, ഈ എൻസൈക്ലോപീഡിയ പോലെയുള്ള അച്ഛൻ്റെ ഈ വിജ്ഞാനത്തിൽ നിന്ന് അച്ഛൻ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന് മാത്രമേ ഇങ്ങനെ ഒരു ക്ലാസ് തരാൻ സാധിക്കുകയുള്ളൂ. അച്ഛനില് പരിശുദ്ധാത്മാവിന്റെ വളരെ പ്രകടമായ ശക്തിയുണ്ട്. അതുകൊണ്ട് അത് ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങി ആകാതെ കൊണ്ടിട്ട് എസ്പെഷ്യലി ഇംഗ്ലീഷ്, ഹിന്ദി ഇങ്ങനെ ഭാഷകളിൽ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് ഭാഷയിലെങ്കിലും അത് വിവർത്തനം ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ആശിച്ചുകൊണ്ട് അച്ഛൻ എല്ലാവിധ ഭാവങ്ങളും കൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ പറ്റുന്ന പോലെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്.
എല്ലാത്തിനും നന്ദി. ഈ മലയാള ഭാഷയാണ് എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഷ എന്നതുകൊണ്ട് ഞാനതിനകത്തൊക്കെ സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പതുക്കെ എന്നോട് ഒത്തിരി പേര് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ അതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് പബ്ലിഷ് ചെയ്യാനായിട്ട് ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് അവൈലബിൾ ആവുകയാണെങ്കിൽ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കതിനെ വീഡിയോ ആക്കി മാറ്റാനൊക്കെ പറ്റും ഭാവിയിലൊക്കെ ആയിട്ട്. പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കതൊക്കെ പരിശുദ്ധാത്മാവ് ഒരുക്കി തരുവാനൊക്കെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കും. അച്ഛാ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞാൻ ചോദിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ്. സത്യത്തില് ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഞാനൊരു അധ്യാപകനാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഏത് മതത്തിലുള്ളവരാണെങ്കിലും ശരി, ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ക്ലാസ് തുടങ്ങാറ്. മോറൽ വാല്യൂസിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. കാരണം ഏറ്റവും തിന്മ നിറഞ്ഞ, പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ, ചെറിയ കുട്ടികളുടെ ഇടയിൽ പോലും തിന്മയുടെ ഏറ്റവും നമുക്ക് വർണ്ണിക്കാനാവാത്ത വിധം, അതിന് പല കാരണങ്ങളുണ്ട്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ആ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ കർത്താവ് മറുവശത്തു കൂടി ഇങ്ങനെ വചനം പഠിപ്പിക്കുകയും അച്ഛനിലൂടെ ഒക്കെ വചനം പഠിപ്പിക്കുകയും ലോകത്തെ പൂർണ്ണമായ സുവിശേഷവൽക്കരണത്തിനായി മാറ്റിയെടുക്കാൻ തക്കവിധം ഇത് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഓരോ വിശുദ്ധ കുർബാനയിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് പുരോഹിതരിലും സന്യസ്തരിലും ആത്മായരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അനേകം, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈ പ്രവാചക ശബ്ദം എന്നുള്ളത്, ശരിക്കും പറഞ്ഞാൽ പ്രവാചക ശബ്ദത്തിന്റെ എപ്പിസോഡുകൾ ഞാൻ അടുത്ത കാലങ്ങളിലാണ് കാണാൻ തുടങ്ങിയത്. ഒന്നാമത് അധ്യാപനായതുകൊണ്ട് തിരക്കുള്ളത് കൊണ്ട് ഇതൊന്നും അധികം നെറ്റിൽ ഞാൻ ഉപയോഗിക്കാറില്ല, സമയം കിട്ടാറില്ല. അതുകൊണ്ട് അപ്പോൾ അച്ഛാ, ഇത് വലിയൊരു ദൈവകൃപയാണ്. അങ്ങനെ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു കാലഘട്ടം. കർത്താവിന്റെ വചനം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ വചനം ലോകമെങ്ങും വ്യാപിക്കുന്നത് വരെ, സകല കാതുകളിലും എത്തുന്നത് വരെ ലോകത്തിന്റെ അവസാനം ഉണ്ടാകില്ല എന്നുള്ളത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ വചനം അറിയപ്പെടും, എല്ലാവരും അറിയപ്പെടും. അതുവരെ പലരും ലോകാവസാനത്തെ കുറിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും സംഭവിക്കാത്തത് നിൽക്കുന്നത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഈ ഒരു ഒറ്റ കാരണം കൊണ്ടായിരിക്കാം. കർത്താവിന്റെ വചനം ലോകം മുഴുവൻ അറിയണം, സകല ജനപദങ്ങളും അറിയണം, സകല ജാതിയും അറിയണം. അതുകൊണ്ടായിരിക്കാം. അപ്പൊ അതിനുവേണ്ടിയൊക്കെ ഒരു വശത്ത് തിന്മ പെരുകുമ്പോഴും മറുവശത്ത് നമ്മുടെ സഭയുടെ ഭാഗത്തു നിന്നും എല്ലാ രീതിയിലും പ്രവാചക ശബ്ദം പോലുള്ള അനേകം മാധ്യമങ്ങള് കർത്താവിന്റെ വചനം വ്യാപകമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. അതിന് അച്ഛൻ്റെ ക്ലാസ്സുകളെ ഞങ്ങളെ ഒത്തിരി പേരെ പ്രചോദനം നൽകുന്നു. പിന്നെ മറ്റൊരു കാര്യം ഞാൻ വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം, ഞാൻ കോവിഡ് കാലത്ത് ഞാൻ കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായിട്ട് ഒരുമിച്ച് പോകുന്നത് കൊണ്ട് ഞാൻ ക്ലാസ്സുകൾ കൊടുക്കുകയും വിശുദ്ധാത്മാവിനെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. അപ്പം LSS എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ ക്ലാസ് കൊടുക്കുകയും ഇടവുകളിൽ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റി. ഓൺലൈനുകൾ എന്നെ സംബന്ധിച്ചോളം ഏറ്റവും അനുഗ്രഹപ്രദമായ കാലമായിരുന്നു കോവിഡ് കാലം. കാരണം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റിയ, ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളൊക്കെ കൊടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ പ്രാർത്ഥന കൂട്ടായ്മകൾ നടത്താൻ പറ്റിയ ഒരു സമയം ഓൺലൈൻ ആണെങ്കിൽ മാത്രം, എങ്കിൽ പോലും. പക്ഷെ എൻ്റെ ചോദ്യം ഇതാണ്, ആ കോവിഡ് കാലത്ത് എമ്മാവൂസിൽ, നമ്മുടെ അച്ഛൻ അറിയാമല്ലോ, നമ്മുടെ എമ്മാവൂസിൽ നിന്ന്, കരിസ്മാറ്റിക്കിന്റെ എമ്മാവൂസിൽ നിന്ന് ഞാനും ഒരു കോഴ്സിൽ പങ്കെടുത്തിരുന്നു. അത് ഏതാണ്ട് 1 വർഷത്തോളം നീണ്ട കോഴ്സായിരുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ആ കോഴ്സ് പൂർത്തിയാകുമ്പോൾ വളരെ ആധികാരികമായി പഠിപ്പിച്ച ഒരു കോഴ്സാണ്. ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ബൈബിളിനെ പഠിപ്പിച്ചെങ്കിലും വളരെ എക്സസൈസും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു മനോഹരമായ ഒരു കോഴ്സായിരുന്നു. താല്പര്യപൂർവ്വം ഞാൻ പങ്കെടുത്തു. പക്ഷെ അതിൽ അറ്റൻഡ് ചെയ്തവർ അനേകരുണ്ട്. പക്ഷെ എന്നാൽ അതിനൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ആണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അവസാനം അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായില്ല. ഞാൻ അതിന്റെ കോർഡിനേറ്റേഴ്സിനെ കുറിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അച്ഛൻ ആധികാരികമായിട്ട് ഇത് പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നു, ചിലപ്പോൾ ഇത് എൻ്റെ പ്രാർത്ഥന ഇന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഓൺലൈനിൽ ഇത്രയും പേരെ കയറിയെങ്കിലും 1000-ലധികം പേരുണ്ട്. പക്ഷെ അവസാനം വരെ ഇത് പൂർത്തിയാകുന്നത് വരെ എല്ലാവരും നിൽക്കട്ടെ. കാരണം പരിശുദ്ധാത്മാവ് എല്ലാവരും നിറയട്ടെ. 1000, 2000, 3000 മാറട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എത്രയും വേഗം കർത്താവിന്റെ വചനം ലോകം അറിയട്ടെ എന്നുള്ളതാണ് ആഗ്രഹം, നമ്മുടെ എല്ലാം ആഗ്രഹം. പക്ഷെങ്കിൽ പോലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു പ്രചോദനമായി ഇങ്ങനെ പ്രവാചക ശബ്ദത്തിനും അച്ഛനും കൂടെ തീരുമാനിച്ച് ഒരു സർട്ടിഫിക്കറ്റ്, അത് ഓൺലൈൻ സർട്ടിഫിക്കറ്റോ എന്തോ ആകട്ടെ, അവരെ പ്രോത്സാഹിപ്പിക്കാനും മറ്റ് അടുത്ത കോഴ്സുകളിലേക്കൊക്കെ പങ്കെടുക്കാനുള്ള ഒരു പ്രചോദനമായിട്ടും, അത് ഞാൻ പറയുന്നു, വളരെ സീരിയസ് ആയി ഈ പഠന ക്രമത്തെ ഫോളോ ചെയ്യുന്നവർക്ക് അത്
ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ ഒരു അങ്ങയുടെ വാക്കുകൾക്ക് ഇതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ടൊക്കെയാണ്. ഇത്രയും ആളുകളിൽ ആരൊക്കെ എന്നും പങ്കെടുക്കുന്നൊക്കെ നമുക്ക് അറ്റൻഡൻസ് സൂക്ഷിക്കുക അങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളിലുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ മാത്രം ഇതൊരു പഠനം എന്നതിനേക്കാൾ ഒരു ആത്മീയ യാത്ര, ആത്മീയ അനുഭവം അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണത്. ശബ്ദംകാരോട് അവരത് കേട്ടിട്ടുണ്ട്. അവരതിനെ കുറിച്ച് എങ്ങനെയാണ് ആലോചിക്കുന്നതെന്ന് അവർ ആലോചിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്കും ഇതൊരു ആഗ്രഹം ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. ഞാൻ മുമ്പും സംസാരിച്ചിട്ടുള്ളതൊക്കെയാണ്. ദൈവത്തിന് സ്തുതി. സ്തുതിയായിരിക്കട്ടെ അച്ഛാ. നമ്മുടെ കുരിശിന്റെ വഴി നമ്മൾ പറയുന്നുണ്ട് ഈശോമിശിഹ വീണ്ടും രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. ചിലത് പറയുന്നുണ്ട് വീണ്ടും രക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. ഇതിൽ കൃത്യം ഏത് വാക്കാ ഉപയോഗിക്കുക? അത് ഇത് രണ്ടും മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതിനകത്ത് ഈ കുരിശിന്റെ വഴി ഒരു ഔദ്യോഗിക ടെക്സ്റ്റ് അല്ല, ഒരു ലിറ്റർജിക്കൽ ടെക്സ്റ്റ് അല്ല. അത് ഒരു പ്രൈവറ്റ് ഡിവോഷന്റെ ടെക്സ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്തുള്ള വാക്കുകൾ അത് സിനഡ് വെരിഫൈ ചെയ്ത് ഇതിങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് നിശ്ചയിച്ച് ആരാധനാക്രമത്തിൽ എന്നതുപോലെ കൊടുത്തിരിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയാലും അർത്ഥപൂർണമായി അതിനെ അപ്ഡേറ്റ് ചെയ്താലും ഒന്നും അതിനകത്ത് കുഴപ്പമില്ല, കുരിശിന്റെ വഴിയുടെ കാര്യമായതുകൊണ്ട്. ഇനി കർത്താവ് വീണ് നമ്മളെ രക്ഷിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, വീണ്ടും രക്ഷിക്കുകയാണ് ചെയ്തത്. വീണ്ടും രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൽ രക്ഷയിലായിരുന്ന മനുഷ്യവംശം അധപതിച്ചതിന് ശേഷം അവരെ ദൈവം വീണ്ടും രക്ഷിച്ചു, അഥവാ വീണ്ടെടുത്തു എന്നതാണ് അതിന്റെ ശരിയായ വാക്ക്. അച്ഛാ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ കുർബാനയിൽ ചൊല്ലുന്നത് സഭയിലും വിശ്വസിക്കുന്നു എന്ന് നമ്മൾ ചൊല്ലുന്ന. പക്ഷെ കത്തോലിക്ക സഭയുടെ CCC 750 നമ്മൾ വായിക്കും. നമ്മൾ സഭ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ ഏറ്റുപറയേണ്ടതെന്ന് CCC ഉണ്ടല്ലോ അച്ഛാ. CCC വായിക്കുന്നത് അങ്ങനെയല്ല, സഭയെ വിശ്വസിക്കും. ഓക്കെ, അതായത് ഇതിനകത്ത് അതൊരു വലിയൊരു തിയോളജിക്കൽ ഏരിയയാണ്. ഞാൻ അതിന്റെ നട്ഷെല്ല് മാത്രം പറയാം. അതിതാണ്, സഭയുടെ ചില പ്രബോധനങ്ങൾ വിശ്വസിക്കുന്നു എന്നല്ല ശരിക്കും നമ്മൾ ഈ ക്രീഡിനകത്ത് ഏറ്റുചൊല്ലുന്നത്. പകരം തിരുസഭയെ തന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു, തിരുസഭയെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. തിരുസഭയെ തന്നെ, അത് ക്രിസ്തു ഗാത്രമാണ്, അതിൽ കർത്താവിന്റെ സകല പ്രബോധനങ്ങളുമുണ്ട്. അങ്ങനെ തിരുസഭാ ഗാത്രത്തെ തന്നെ ഞാൻ ഉൾക്കൊള്ളുന്നു എന്നതാണ് അതിന്റെ ശരിയായ അർത്ഥമെന്ന് CCC ഇന്റർപ്രറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആ ഭാഗത്ത് കണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഏതൊരു എപ്പിസോഡിൽ നിന്നാണ് എന്റെ വിചാരം. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്, സ്വന്തം നാട് പാലക്കാടാണ്. അതുകൊണ്ടാണ് ഞാൻ അച്ഛനൊന്ന് സ്തുതി പറയാനും നന്ദി പറയാനും വേണ്ടിയിട്ടാണ് ഞാനിത് വിളിച്ചത്. എന്നുവെച്ചാൽ ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നിട്ട് 28 വർഷമായി, കൂദാശകൾ സ്വീകരിച്ച് 25 വർഷമായി. അപ്പൊ ഈ നവംബർ 24-ാം തീയതിയാണ് ഈ കൂദാശകൾ സ്വീകരിച്ച ബർത്ത്ഡേ. അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എനിക്ക് ദൈവത്തിന്റെ 5 ലക്ഷണങ്ങളിലൂടെയും പിന്നെ കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നതൊക്കെയും പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞതോടു കൂടിയാണ് ഈ വിശ്വാസത്തിലോട്ട് ആഴമായിട്ട് എനിക്ക് ആഴപ്പെടാൻ സാധിച്ചത്. അതായത് ദൈവത്തിനെ തെരഞ്ഞു നടന്ന് അവസാനം എല്ലാം ആയ ഒറ്റ ദൈവം. അത് എനിക്ക് സാക്ഷ്യം പറയാൻ കുറെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബാംഗ്ലൂരിൽ ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ അവിടുത്തെ വചനം എല്ലായിടത്തും ഇതാക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് അച്ഛൻ്റെ ഈ ലുമൻ ജംഗ്ഷത്തിന്റെ പ്രവാചക ശബ്ദത്തിലൂടെ തോമസ് പോൾ ബ്രദർ എനിക്ക് അയച്ചു തന്നത്. ഞാനപ്പം തോമസ് പോളിന്റെ ബ്രദറിന്റെ ക്ലാസ്സുകളിൽ കൂടെ എനിക്ക് വിശ്വാസത്തിൽ വളരാൻ സാധിച്ചു. പിന്നെ സഭകളെ കുറിച്ചൊക്കെ അറിയാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി. ഇനിയുള്ള ഈ തുടർച്ചയുള്ള ഓരോ ക്ലാസ്സുകളും എനിക്ക് എന്താ പറയണേ, ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. ഇത്രയും കാലത്തിന് ശേഷമാണ് ഇതൊക്കെ അറിയാൻ സാധിച്ചെങ്കിൽ എനിക്ക് ദൈവം ആയുസ് തന്ന് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം കേട്ടോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഒരു സംശയം അച്ഛനെ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ, നമ്മള് വചനങ്ങൾ എന്ന് പറയരുതെന്ന്. അപ്പം നമ്മളിപ്പം ലേഖനം, വിശുദ്ധ കുർബാനയുടെ ഇടയിൽ ലേഖനം വായിക്കുമ്പം വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം
5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് അപ്പൊ എന്താ പറയുന്നത്? അവിടെ ശരിയായും ഉദ്ദേശിക്കുന്നത് അതുവരെയുള്ള വാചകങ്ങൾ എന്നാണ്. അവിടെ അത് പറയാം. അവിടെ അത് പറയുന്നതിന് കുഴപ്പമില്ല. കാരണം ആ വാചകങ്ങളാണ് വായിക്കാൻ പോകുന്നതെന്നാണ്. എഴുതപ്പെട്ട വാചകത്തെ കുറിച്ചാണ് പറയുന്നത്. അഥവാ പൊതുവിൽ വചനങ്ങൾ എന്ന് പറയാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാണ് അത് ഈ വേഴ്സസ്. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുമ്പോൾ അങ്ങനെ എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഈ നമ്പറുകളൊക്കെ നമ്മൾ പിന്നീട് ആഡ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പിന്നീട് അതിനെ കുറിച്ചൊക്കെ പറയാം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് മരിക്കുകയാണെങ്കിൽ അതിന് ശവസംസ്കാരം കൊടുക്കുന്നുണ്ട്. അതേസമയം അമ്മയുടെ വയറ്റിൽ ഇറങ്ങി മരിച്ച ഒരു കുഞ്ഞിന് ശവസംസ്കാരം കൊടുക്കുന്നില്ലല്ലോ. അതായത് മാമോസ സ്വീകരിച്ച ഒരു വ്യക്തിക്കാണ് സ്വാഭാവികമായ നമ്മൾ മൃതസംസ്കാര ശുശ്രൂഷകളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രീമച്വേർഡ് ഡെത്ത് ആയിട്ടുള്ള ഒരു എംബ്രിയോ അതിനെ അടക്കാനായിട്ട് അടക്കണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതിനുള്ള സാധ്യതകളൊക്കെ ബഹുമാനപ്പെട്ട അച്ഛന്മാര് ക്രമീകരിച്ച് തരും എന്നാണ് അതിനെക്കുറിച്ച് പൊതുവിൽ പറയാവുന്നത്. അതൊരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ അതാത് സ്ഥലത്തെ വികാരിയച്ഛനുമായിട്ട് കണ്ടുമുട്ടി സംസാരിക്കേണ്ട വിഷയം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ക്ലാസ്സിന് ശേഷം ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. നമ്മുടെ ചോദ്യങ്ങൾ നമ്മൾ ഒത്തിരി വ്യക്തതയിലേക്ക് നയിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത കൊടുക്കാൻ. ഞാൻ തന്നെ പറഞ്ഞു വരുമ്പോൾ പല കാര്യം വിട്ടു. അപ്പോൾ അതൊന്ന് ചോദിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങൾക്ക് നല്ല ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുമൊക്കെ ചെയ്യാം. നമ്മൾ വളരെ ഹ്രസ്വമായിട്ട് ഇത് ചോദ്യം പറയുവാണെങ്കിൽ നമുക്ക് കൂടുതൽ സമയം കിട്ടുമല്ലോ. കാരണം നമ്മൾ 1 മണിക്കൂർ ക്ലാസ്സും പിന്നെ ഒരു അരമണിക്കൂർ ചോദ്യോത്തരവും എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്രമീകരണം. എല്ലാവരുടെയൊക്കെ സൗകര്യത്തിനായിട്ടാണ്. അങ്ങനെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടെ നന്ദി പറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, വചനമായ അങ്ങയെ കൂടുതൽ ആഴത്തിൽ അറിയാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഇന്നു മുതൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ദൈവവചനത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയിൽ അവിടുന്ന് അവതീർണനാകണമേ. അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അങ്ങയെ കാണാനും അങ്ങയുടെ സാന്നിധ്യത്തിൽ പഠിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങളിലേക്ക് കടന്നു പോകാൻ, ദൈവവചനത്തെ വ്യാഖ്യാനിക്കേണ്ട വിധം എങ്ങനെയാണ് എന്നൊക്കെ ആഴത്തിൽ അറിയാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇത് ഞങ്ങൾക്ക് ശക്തമായ ഒരു ആത്മീയ അനുഭവമാക്കി മാറട്ടെ. കർത്താവായ ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ വായിക്കാനും ദൈവവചനത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാനും തിരുസഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ അടങ്ങിയിരിക്കുന്ന എഴുതപ്പെടാത്ത വചനത്തെ ജീവിക്കാനും അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.